ഹേയ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഇന്റലക്സ് പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് കാർത്തിക് സൂര്യ. ഞാൻ വിനു. ഞാൻ നിങ്ങളുടെ അഖിൽദാസ്. ഞാൻ ശ്രീകാന്ത്. നമ്മളെല്ലാവരും കൂടെ ഇന്നിരുന്ന് വളരെ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ സംസാരിക്കാൻ പോകണല്ലേ അളിയ. വ്യത്യസ്തമായ ടോപ്പിക് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കമൻറ്റ് സെഷൻ ഞാൻ എല്ലാം ഇങ്ങനെ വായിക്കാറുണ്ടാകും. ഒരു കുട്ടിയുടെ കമൻറ്റ് ഇങ്ങനെ കിടന്നു, ചേട്ടാ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ, ടീനേജിൽ ഐ മീൻ ഒരു അഡോൾസൻസ് ഏജിൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെ പറ്റിയും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും നിങ്ങൾ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമെന്ന്. അഡോളസെന്റ് ഏജിൽ നമ്മൾ അനുഭവിച്ചായിരുന്നു, അതായത് കോളേജ് സ്കൂളാണ് പ്ലസ് വൺ പ്ലസ് ടു. അഡോൾസൻസ് എന്ന് പറയുമ്പോൾ നമ്മളാ മെച്ചുവർ ആയി വരുന്ന ഒരു പ്ലസ് വൺ 10, 8, 9, 10, 11 പുബേർട്ടി. അതെ 14 തൊട്ട് 17 അടക്കല്ലേ, 16-17 പ്യൂബർട്ടി സ്റ്റേജിൽ എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനം വെച്ചാല് ഈ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ നമ്മൾ സെക്ഷുവലി എഡ്യൂക്കേറ്റഡ് ആയത് ത്രൂ പോൺ വീഡിയോസ്. അത് തെറ്റായ ഒരു എഡ്യൂക്കേഷൻ ആണ്. പക്ഷെ അന്നത്തെ നമുക്കുണ്ടായിരുന്ന സാഹചര്യം അത് മാത്രമായിരുന്നു കാണാനുള്ള. പിന്നെ നമുക്ക് വരുന്ന ബയോളജി ടീച്ചേഴ്സ് ആണെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ ക്ലാസ്സിലെ ബയോളജി ടീച്ചർ സ്മാർട്ട് ക്ലാസ്സിൽ ഇട്ട് തന്നു. അത് ഞാൻ കണ്ടായിരുന്നു, വീഡിയോ ഓർമ്മ ഉണ്ടോ? അതായത് ഒരു മെയിൽ നടന്നു വരുന്നു, ഒരു ഫീമെയിൽ നടന്നു വരുന്നു, അവർ നിൽക്കുന്നു, ഒരു വലിയ ജ്യോതി ഒരു നടുക്കൊരു സ്റ്റൂളിൽ ഒരു പാത്രം വയ്ക്കുന്നു, 2 ജ്യോതി വരുന്നു, അതിൽ വീഴുന്നു, ഒരു കൊച്ചാവുന്നു, പിന്നെ ഒരു 3 പേര് ഒന്നിച്ച്. ഇതായിരുന്നു പഠിപ്പിച്ചത്. പവർ പോയിന്റ് കൊച്ചുണ്ടാവുന്നത്. ഹൈപ്പ് കൊടുത്തുകൊണ്ടൊന്നും എങ്ങനെയാണെന്ന് ഓർമ്മ. നാളെ എല്ലാവർക്കും നമ്മുടെ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ പഠിപ്പിക്കുന്നതായിരിക്കും. പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്, എല്ലാവരും വരിക. സ്മാർട്ട് ക്ലാസ് എന്നൊക്കെ വന്ന സമയമാണ് സ്കൂളിൽ. നമ്മൾ ഓടിച്ചെന്ന് രാവിലെ ഇന്ന് ബയോളജി ക്ലാസ് വീഡിയോ ഇടും. അതൊരു സെക്സ് എഡ്യൂക്കേഷൻ അല്ലടാ, എഡ്യൂക്കേഷൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അത്രേ ഉള്ളൂ. അതെ, അത് അതിനകത്ത് നെറ്റ്ഫ്ലിക്സിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കാണൂലേ? ഒരു TV ഷോ. അതിൽ ഓരോന്നായിട്ട് കാണിക്കും കോണ്ടോ ഇട്ട് കൊടുക്കണ എങ്ങനെയാണ്, ഓരോ അല്ല ഒരു ഷേപ്പില് ഓരോ കാര്യവും അവരെ കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കും പിള്ളേരെ. ഇവിടെ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലല്ലേ. പോർട്രയൽ ഓഫ് സെക്സ് ഇൻ ഇന്ത്യ ഈസ് ടാബു. ഡയഗ്രാം ഒക്കെ വരച്ച് പഠിച്ചു. ഞാൻ ഈ വിഷയം അറിഞ്ഞൂടല്ല, നീ ഇപ്പോഴല്ലേ ഇട്ടത്. ഇതെന്തെങ്കിലും പറയുമെന്നറിയാം. വേലക്കാരി എന്തോടെ ഒന്നുകൂടെ പറഞ്ഞാണ്? പോർട്രയൽ ഓഫ് സെക്സ് ഇൻ ഇന്ത്യ ഈസ് ടാബു. തൊട്ടാൽ പോകുന്ന ഒരു വിഷയം. ഇത് മാത്രമല്ല, അതിൽ കാണിച്ചു കൊടുക്കുന്നതിൽ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയാനുണ്ട്. അവര് ഹോമോസെക്ഷുവാലിറ്റി, ഈ ക്യൂർ കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു കൊടുക്കണം. ഈ ക്യൂർ കമ്മ്യൂണിറ്റി അല്ലേ, LGBT അതല്ലേ? LGBTQ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലെറ്റേഴ്സ് ആഡ് ആയി, പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. ക്യൂർ കമ്മ്യൂണിറ്റി എന്നാണ് ഇവരെല്ലാരും കൂടെ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോ നമുക്ക് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സ് നമുക്ക് അറിയാം, ഫീമെയിൽ അറിയാം, അവർ രണ്ടുപേരും എന്തൊക്കെ ചെയ്യുന്ന പോലും ആർക്കും. പണ്ട് ഈ നമുക്ക് ഈ റീപ്രൊഡക്ഷൻ ഉണ്ടല്ലോ, പണ്ട് കല്യാണം കഴിച്ച ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് കുട്ടി, അങ്ങനെയൊക്കെ നമുക്കൊരു കൊച്ചുണ്ടാവും. കാരണം ടിവിയിൽ അതുവരെ പോയിട്ടുള്ളൂ, അതിനപ്പുറം ഒരു സംഭവം ചെയ്തിട്ടില്ലേ. അല്ല, ടിവിയിൽ കാണിക്കുമായിരുന്നല്ലോ പണ്ടത്തെ സീനിൽ. ആദ്യം അവരിങ്ങനെ കഥ അടയ്ക്കും, അതിനുശേഷം ഒരു കുതിര ഓടും, പിന്നെ വെള്ളം ഒഴുകുന്നു, പൂക്കൾ വിരിയുന്നു. പണ്ടത്തെ പടങ്ങൾ 12 മണിക്കുള്ള സിനിമ. ഇത് നോർമൽ UA സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയിലാണ് ഞാൻ പറയുന്നത്. ACV-ലൊക്കെ ഇടുമായിരുന്നു. അതല്ല, എന്റെ വീട്ടിൽ ക്യാമറ ഇല്ലായിരുന്നടാ. നിനക്ക് കറക്റ്റ് ആയിട്ട് അറിയാല്ലേ ACV? എടാ ഇത് കുറച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അത് വൾഗറായി നീ പറയണത് വൾഗറായി പോടാ. നീ പച്ചയായ മനുഷ്യനായിട്ട് പറയണ്ട, കുറച്ച് ആൾക്കാർ ഈ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഓക്കെ, മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് തോന്നി എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് ആക്സിഡന്റലി സ്റ്റംബിൾ അപ്പോൺ ആയതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? വേണോടാ, ഇത് പറയാൻ പോണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അല്ല, ഓഡിയൻസിന് ചിലപ്പോ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് താല്പര്യം. ഇനി പറഞ്ഞു. ഓക്കെ,
അബദ്ധവശ രാത്രി അന്ന് വീട്ടിലാരും ഇല്ലായിരുന്നു. അപ്പോൾ ഫാഷൻ ടി വി അപ്പോൾ അന്ന് ഫാഷൻ ടി വിയിൽ മിഡ് നൈറ്റ് ഹോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അറിയാം, എല്ലാവർക്കും അറിയാം. അതിലൊന്നും ഇല്ലടാ, ഇല്ലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രസ്റ്റ് കാണുന്നത് ആ ഒരു ഷോയിലാണ്. കാരണം അതിനകത്ത് ന്യൂഡ് മോഡൽസ് വരാറുണ്ടല്ലോ. അപ്പൊ അന്ന് ഞാൻ നോക്കിയപ്പോ അറിയാത്ത എന്തൊക്കെയോ ഫീലിങ്സ്. അങ്ങനെയാണ് ഞാൻ ആക്സിഡന്റലി ഇത് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് അല്ല 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്ത്. അല്ല ഇത് ആക്ച്വലി നമ്മൾ 7ാം ക്ലാസ് അപ്പോഴ് ആ പുബേർട്ടിലോട്ട് ആയി. 7ാം ക്ലാസ്സിൽ പ്യൂബർട്ടിയിലോട്ട് ആയിട്ടുണ്ട്. 7ാം ക്ലാസ് എന്ന് പറയുമ്പം 13 വയസ്സായി. 13-14. നമ്മള് ആണുങ്ങള് 12-13 ആ വയസ്സിലല്ലേ. ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിലായിരുന്നു നമ്മുടെ മറ്റേ ബിസിനസ് ഉണ്ടായിരുന്നു. അതിന്റെ സൗണ്ട് ഒക്കെ മാറുന്ന എപ്പോഴാണ്? ഒരു 6-7 സമയത്തൊക്കെ തന്നെയാണ്. എടാ ആ ഒരു സമയമാണ് പ്യൂബർട്ടിയുടെ ഒരു സമയം. എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ് 7ാം ക്ലാസ് ആവാൻ വഴിയില്ല. ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ പ്രൈവറ്റ് പാർട്സിലൊക്കെ. 8ാം ക്ലാസ് അല്ലാന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ? 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എടുക്കുന്നത്. അപ്പൊ പിന്നെ ഇത് 8ാം ക്ലാസ് ഒരു പകുതി ആ ഒരു പ്രായം ഒരു പകുതി ഏജ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ പോണെന്നൊരു മഹാസംഭവം ആക്സിഡന്റലി കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം ആക്സിഡന്റലി ആണ്. സെർച്ച് ചെയ്താണ് മറ്റേ കൊഞ്ചിന്റെ കാര്യം. അത് ഞാൻ കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ വെറുതെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് വെബ്സൈറ്റ് വരുമല്ലോ. പോപ്പപ്പ് വെബ്സൈറ്റ് വന്നപ്പോ ഒരെണ്ണത്തില് മേളിലൊരു ചെറിയ ആഡ് പോലെ ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ അതിൽ നോക്കിയപ്പോ ഒരു നല്ലൊരു പെൺകുട്ടി വളരെ മനോഹരമായ വസ്ത്രധാരണത്തോടെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വേറൊരു ലിങ്ക് വന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് ഒരു ഫോട്ടോസ് പോൺ വീഡിയോസ് അല്ല ഫോട്ടോസ് ഇറങ്ങുന്ന ഒരു സൈറ്റിലാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നത്. മെയിലും ഫീമെയിലും നേക്കഡായിട്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടില്ല. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ആ നേക്കഡ് സംഭവം കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ അതിനെക്കുറിച്ച് റിസർച്ച്. അന്നേരം പോണെന്നോ സെക്സ് എന്നറിയാം, പക്ഷെ പോൺ അങ്ങനെയുള്ള ഒരു വാക്കും അറിയില്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് ഈ ഒരു സംഭവം. ഇത്രയും കഷ്ടപ്പെട്ടു. ഇപ്പൊ ഉള്ള പിള്ളേർക്ക് ഇത്രയും കഷ്ടപ്പാടേ ഇല്ല. നമുക്കത് അക്സസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോഴ് പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുമായിരിക്കും സാധനങ്ങളൊക്കെ, പെട്ടെന്ന് കിട്ടും. പിന്നെ ഫാസ്റ്റ് നെറ്റും ആണ്. എടാ നമ്മൾ തന്നെ സ്കൂളിൽ പിന്നെ ഈ ഇങ്ങനത്തെ അഡ്വർടൈസ്മെന്റിന്റെ അതിപ്രസരമാണ് എല്ലാ സാധനത്തിലും. ഇപ്പൊ നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിലായിരിക്കൂല, ഒരു സൈറ്റിലായിരിക്കൂല, എന്നാൽ കൂടി അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് വന്ന് പ്രലോഭനം ഭയങ്കര കൂടുതലാണ്. എടാ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു നോളജും ഇല്ല. ഞാൻ കണ്ടുപിടിക്കുന്ന ഇങ്ങനെയാണ്. ആരും പറഞ്ഞു തരാൻ ഒരു ഒറ്റ മനുഷ്യൻ പറഞ്ഞു തന്നിട്ടില്ല. അതാണ് നമ്മള് ഈ ഒരു നല്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാതെ ഒരു ഫോണിലോട്ട് ആദ്യം കാണുന്ന തന്നെ അത് റോങ് അല്ലേ? റോങ് ആണ്. പക്ഷെ ആ പ്രായത്തില് നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത നമുക്ക് അറിയില്ല. അത് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാനുള്ള ആൾക്കാരും ഇല്ല. അത് മാത്രമല്ല ഇത് കണ്ടിട്ട് ഇതാണ് യഥാർത്ഥ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ലൈഫിൽ തന്നെ. അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റൂല. നമ്മൾ പലരും വിചാരിച്ചിട്ടില്ലേ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോ ഇവരിത് 100 ഷോട്ടൊക്കെ എടുത്തിട്ടായിരിക്കും സിനിമ കട്ടൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത് പറഞ്ഞത്. വീഡിയോയിൽ ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്ന ക്രാഫ്റ്റോട് കൂടി തന്നെയാണ് അവർ അത് ചെയ്യുന്നത്. അത് പ്രൊഫഷണലാണ്. അവര് ഫേക്ക് ഓർഗാസം അങ്ങനെയുള്ള പലതും അവർ കാണിക്കാറുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഏജ് മാത്രമല്ല പ്രായമായ ആൾക്കാരും പോലും ചിലപ്പം ഇത് കണ്ടിട്ട് അത് ചെന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാർട്ട്ണർ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ കമ്പൽ ചെയ്യണ പോലെ ഒരു സംഭവം വരൂലേ. ഞാനൊരു ആർട്ടിക്കിൾ ഇതേപോലെ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണർ അത് ഫോഴ്സ് ചെയ്യുകയും, മനസ്സിലായില്ലേ? അത് സത്യം പറഞ്ഞാൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് റിയാലിറ്റി എന്നാണ് അവർ വിചാരിച്ചത്. ഈ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത കാരണം ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് അറിയാവോ? പക്ഷെ നിനക്ക് ഇപ്പോഴും ഒരു ധാരണ കിട്ടിയില്ല. പ്രോപ്പർ ധാരണ അത് എന്തുമാത്രം ട്രയൽ ആൻഡ് എററിലൂടെയാണ് ഇപ്പൊ നമ്മള് സെൽഫ് എക്സ്പ്ലോറേഷനിൽ കൂടെ നമ്മളും പഠിച്ചത്. നമുക്ക് ഈ ഇന്റർനെറ്റിന്റെ ആക്സസ് വന്നതോടുകൂടി നമ്മൾ പുറത്തുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇങ്ങനെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഈ പ്രായത്തിൽ ആവശ്യമാണ്. നമ്മൾ കണ്ട സാധനങ്ങളൊന്നും അല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പുറത്തെ പാർട്ട്ണറിനെ നമ്മൾ ഗൗനിക്കുകയില്ല, നമ്മുടെ സുഖം എന്നുള്ള മാത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. മെയിനായിട്ട് ആ പ്രശ്നം തന്നെ ടാബു.
എന്നുവെച്ചാൽ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പം അവർക്കൊരു നാണം. നാണം. ഇപ്പൊ ടീച്ചറിന്റെ അടുത്ത് എന്തെങ്കിലും ഇത് ചോദിച്ചാൽ അവർക്ക് നാണം. ടീച്ചറോട് അതൊരു ചോദിക്കുന്നത് റീപ്രൊഡക്ഷന്റെ കാര്യം തന്നെ. അവര് ആ പേജ് അങ്ങ് വിടുക, സ്കിപ്പ് ചെയ്യുക. ഓവർ വരയ്ക്കാൻ മാത്രം പിന്നെ പഠിപ്പിച്ചത് എന്തോ. ഇപ്പൊ കുട്ടികൾ തന്നെ അത് റീപ്രൊഡക്ഷൻ ഇന്ന് എടുക്കുമെന്ന് പറഞ്ഞ ആകാംക്ഷയോടെ ഇരിക്കുക, അല്ല ചിരിക്കുക, അവരെന്തെങ്കിലും ചിരിക്കുക. ഈ ബുക്ക് ഇത് നിങ്ങൾ വായിച്ചാൽ മതി, ബാക്കി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ള സാധനമേ വായിക്കാറില്ല. എന്നിട്ടാണ് അവർ പറഞ്ഞത് ഇത് നിങ്ങൾ വായിച്ചാൽ മതി. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനാ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരുമോ അവര്? അത് മാത്രമല്ലടാ, ഇപ്പൊ നമുക്കൊരു 10-20 വയസ്സില്ല എല്ലാവർക്കും. എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഒരു ചമ്മല്ലേ ഇത് പറയാൻ. അതെന്തുകൊണ്ടാണ്? നമ്മളിത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. നമുക്കിത് നമ്മുടെ കൾച്ചറിൽ നമ്മളിത് പറയുമ്പോ ഇതെന്തോ മോശമാണ്, നമ്മളുടെ എന്താണ് നമ്മുടെ സംസ്കാരം ഇതിനെ അനുവദിക്കുന്നില്ല. ഈ ഇടയ്ക്ക് തന്നെ എന്താ നീ അന്ന് മുഖ്യമന്ത്രിയുടെ പറഞ്ഞില്ലേ ഈ ഒരു സംഭവം, നീ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ, കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവര് പറഞ്ഞ വിദ്യാഭ്യാസ വിദഗ്ധർ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് എത്രയോ വർഷമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. എനിക്കൊന്നും ഇത് കൊണ്ടുവരാൻ നേരത്തുണ്ടല്ലോ കുറെ സ്ഥലത്ത് നിന്ന് എതിർപ്പ് വരും. അതായത് ഇപ്പം ചിലപ്പോൾ അത് മതങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സാംസ്കാരിക സംഘടന. സത്യം പറഞ്ഞത് ശരിയായിട്ട് കൊടുക്കേണ്ടല്ലേ? അവരെന്തിനാണ് മനസ്സിലാവണം. ഇമ്പോസ് ചെയ്യാൻ ഇത് പുറത്ത് നടക്കുന്ന ഒരു നോർമൽ സംഭവമാണ്. പക്ഷെ ഇന്ത്യയിൽ എന്താണ് അത് സംഭവിക്കുന്നത്? എന്തിനാണ് അവർ ഇതിന് അഗെയിൻസ്റ്റ് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ചമ്മൽ വരൂലായിരുന്നു ഇവിടെ സംസാരിക്കാൻ. ഇപ്പൊ നമ്മൾ പറയണേട്ടാ തന്നെ ആൾക്കാർ ചിലപ്പോൾ പറയും ഇതെന്തിനാണ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നത്, കുട്ടികൾ കാണുന്ന ഷോ ആണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ അവർ ചോദിക്കും. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് അവർ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം, പാരന്റ്സ് മേ ബി. ഇപ്പൊ നമ്മള് ഹെറ്ററോസെക്ഷൽസ് ആണ്, നമുക്ക് തന്നെ ഇത്രയും നാണം. ഇപ്പൊ ഒന്ന് ആലോചിക്കുന്ന ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അല്ലേ, പുള്ളിക്ക് ഒരു കാര്യവും ചോദിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ തീർന്നു. അവരെന്തോരം പ്രഷർ അനുഭവിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഹോമോസെക്ഷൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടെന്നെങ്കിലും എഡ്യൂക്കേഷനിൽ അവർക്ക് കൊടുക്കണം. കാരണം എടാ അവരിപ്പോ മനഃപൂർവ്വം, ചില ആൾക്കാർ പറയുന്ന കേട്ടോ അവർ മനഃപൂർവ്വം ഇങ്ങനെ ആവുന്നതാണ്, അല്ലെങ്കിൽ ഒരു മെന്റൽ കണ്ടീഷൻ, ഒരിക്കലും അല്ല. അതൊരു പ്യൂർലി ജനറ്റിക് ആയിട്ടുള്ളതാണ്. അവർക്ക് ഒരു ആണിനോട് മാത്രമേ അട്രാക്ഷൻ തോന്നുള്ളൂ. അത് അവർ മനഃപൂർവ്വം തോന്നിക്കുന്നത്, അത് ഫിസിക്കലി അവർക്ക് അങ്ങനെ സെക്സ് ഓറിയന്റേഷൻ ഡിസ്റ്റർബൻസ് എന്ന് പറയും. ഇത് എനിക്ക് തോന്നണ ഈ ഹൈപ്പോതലാമസിൽ എന്തോ ഒരു അവിടെ എന്തോ ഡിഫറൻസിൽ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് പഠിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഇതിൽ പറയേണ്ട ഒരു സാധനം വെച്ചാൽ ഈ പല ആൾക്കാരും ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആൾക്കാർ പലരെയും ഈ പാരൻസ് ഈ മെൻ്റൽ ഹെൽത്തിന് അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരും. അപ്പോൾ അതിന് പണ്ടൊരു തെറാപ്പി ഉണ്ടായിരുന്നു, കൺവേർഷൻ തെറാപ്പി എന്ന് പറയും. അതായത് ഈ ഹോമോസെക്ഷൽസിനെ ഹെറ്ററോസെക്ഷൽസ് ആ ഒരു സ്റ്റേജിലോട്ട് ആക്കുക എന്നുള്ളത്. പക്ഷെ ആ സാധനം തെറ്റാണ് എന്ന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പണ്ട് മെന്റൽ ഡിസോർഡർ സയന്റിഫിക് ആയിട്ട് അത് മെന്റൽ ഡിസോർഡർ ആണെന്ന് വിചാരിച്ച് ചികിത്സിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതിപ്പോ ഇല്ല, അതിപ്പോ മാറ്റി. അത് ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ അസോസിയേഷനും ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റിയും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും ഒക്കെ മാറ്റിയ സാധനമാണ് ഈ കൺവേർഷൻ തെറാപ്പി. അതിന്റെ വേർഡ് തന്നെ സെക്സ് ഓറിയന്റേഷൻ ഡിസ്റ്റർബൻസ് എന്ന് അവര് അതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. പ്രശ്നമല്ല, അതല്ല, മെന്റൽ ഡിസോർഡർ ആണ് ഇത് മെയിൻ കാരണം. സെക്സ് ഓറിയന്റേഷൻ ഡിസ്റ്റർബൻസ് അങ്ങനെ ഒരു വേർഡ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോഴും ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്, ഓരോ സൈക്കോളജിസ്റ്റിനെയും കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് ഇത് അങ്ങനെ മാറ്റണം, കുടുംബ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും കൊണ്ടുവരാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരിടത്തും ചെയ്യാൻ സാധിക്കില്ല, നടത്തിക്കൂടാ. ഇപ്പൊ മുംബൈ പോലീസ് തന്നെ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു ഇതല്ലേ നമ്മള്, അത് കാണുമ്പോ നമുക്ക് ഹോമോഫോബിക് ആണ് അവസാനം. തുറന്ന് പറയാൻ പേടിയായതുകൊണ്ട് കൂട്ടുകാരനെ കൊല്ലുന്നു, അതിന്റെയൊക്കെ എന്താ ആവശ്യം? ഇപ്പം നമ്മൾ തന്നെ അതല്ല, എനിക്കൊരു അതിലൊരു മൂവി സപ്പോർട്ട് ചെയ്യുന്നത് ഹോമോഫോബിക് ആണ്. അതിലൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം പൃഥ്വിരാജിന് ഓർമ്മ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഓർമ്മ നഷ്ടപ്പെടുമ്പം അവരെ സെക്സ്വൽ ഓറിയന്റേഷന് മാറ്റം വരും? ആക്ച്വലി ഞാൻ പറയില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഈ മെജോറിറ്റി ഹോമോസെക്ഷൽസും, മെജോറിറ്റി എന്ന് പറയുന്നതിൽ ഒരു 50% പേരും ബൈസെക്ഷൽസ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ രണ്ട് സെക്സിനോടും താല്പര്യം കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരിക്കും അവർ ഉദ്ദേശിച്ചത് ഈ പുള്ളിക്കാരൻ ഹെട്രോ എന്ന് മാത്രം വിചാരിച്ച് ചെയ്തതെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ സെക്ഷ്വാലിറ്റി പെട്ടെന്ന് മാറി ഇല്ലാണ്ടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കണ ഇതിന്റെ ഒരു എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ ഒരുവണ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അല്ല ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ എന്തായാലും ബെറ്റർ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ വിളിക്കാം. ആക്ച്വലി ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആയിട്ട് ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആരെങ്കിലും അവരെ ഇൻവൈറ്റ് ചെയ്യാം.
അവരെ ഇൻവൈറ്റ് ചെയ്യാം, അവരുടെ ലൈഫും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് അവരുടെ അറിയാം. ഒരു വല്ലാത്തൊരു ലൈഫാണ് അവരുടെ, അത് നമ്മൾ അറിഞ്ഞാലേ പറ്റും. അവരുടെ സൈഡിൽ നിന്നുള്ളത് കേൾക്കണം. പിന്നെ നമ്മള് നമ്മുടെ പ്രായത്തിൽ നമ്മുടെ ഈ സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ത്രൈണ്യത കാണിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പയ്യന്മാരെയൊക്കെ നമ്മൾ എന്തോരം കളിയാക്കുമായിരുന്നു. ഇപ്പോഴും അത് മാത്രമല്ലടാ, ഇപ്പോഴത്തെ നേരത്തെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. TV ഷോസില്, കോമഡി ഷോസില്, സിനിമകളില് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് അതിലൊരു കോമഡി കണ്ടെത്തുക, മനസ്സിലായില്ലേ? അതെന്തോ ഒരു വൃത്തികേടാണെന്നുള്ള ഒരാൾ വരും. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു അതിൽ കണ്ടിട്ടില്ലേ? ഇടയ്ക്ക് അവൻ ചെക്കിങ്ങിന് നിൽക്കുമ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ച് വന്നിട്ട് എന്താണ് വെച്ചാൽ അവരെല്ലാം അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിനെ കണ്ട ഉടനെ അവരെ അങ്ങോട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അവരെ സെക്ഷലൈസ് ചെയ്യുക, അങ്ങനെ ട്യൂൺ ചെയ്യാന്നോ, അങ്ങനത്തെ ഒരു സംഭവമാണ് അതിൽ കാണിക്കുന്നത്. ചാന്തുപൊട്ട് ഇറങ്ങിയതിന് ശേഷം തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യപ്പെട്ടോ ഈ ചാന്തുപൊട്ടെന്ന് വിളിക്കുക. അത് ഇറങ്ങി ആ സിനിമ ഇറങ്ങിയതിനു ശേഷം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അവരെ ഇന്റർവ്യൂ. അത് മാത്രമല്ല, ഇവരെ പോർട്രേറ്റ് വെച്ചിട്ട് ഇവര് സെക്സ് വർക്കേഴ്സ് ആണ് എന്നൊരു ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടിട്ടില്ലേ? മിക്ക സിനിമകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരെ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കുറെ മീഡിയാസിലായാലും, അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല ആ സംഭവം? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുറെ പേര് സെക്സ് വർക്കേഴ്സ് ആണ്. അവർ മെയിൻ കാര്യമെന്ന് തോന്നുന്നത് ബാക്കിയുള്ള ജോലി സാധ്യതകൾ അവർക്ക് കുറവാണ്, അല്ലെങ്കിൽ അവര് ആൾക്കാർ അംഗീകരിക്കുന്നില്ല ബാക്കിയുള്ള ജോലിക്ക് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെക്കാൾ ചാൻസ് കുറവാണ് അവർക്ക്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ പേരും ഒരു സെക്സ് വർക്കർ എന്നുള്ള രീതിക്ക് മാറിയില്ലേ? അതൊക്കെ മാറി, ഇപ്പൊ മാറുന്നുണ്ട്, കുറച്ച് മാറുന്നേ ഉള്ളൂ. ഈ കേരള സർക്കാർ അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ അറിയത്തില്ല, ചെറിയ ശതമാനം പേര് മാത്രമേ മാറിയിട്ടുള്ളൂ ഇപ്പോഴും. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുറെ റിസർവേഷൻ അല്ലേ നമുക്ക് കാസ്റ്റിന്റെ ബേസിൽ, വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ ട്രാൻസിന് എന്തെങ്കിലും ജോലിക്ക് റിസർവേഷൻ ഉണ്ടോ? ജോലിക്ക് റിസർവേഷൻ ഉണ്ടെന്ന് അറിയത്തില്ല അവർക്ക്, പക്ഷേ എഡ്യൂക്കേഷൻ ഒക്കെ എഡ്യൂക്കേഷൻ ഒക്കെ ജോലിക്ക് കുറെ റിസർവേഷൻ ഇല്ലേ കാസ്റ്റിന്റെ ബേസിലൊക്കെ? കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അല്ലല്ലോ. ഇതിപ്പം ഇവര് സൊസൈറ്റിയിൽ കുറെ കാര്യങ്ങൾ അനുഭവിക്കുന്നില്ലേ ട്രാൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ഒരു റിസർവേഷൻ കൊടുത്തുകൂടാ? ചെറിയൊരു ആദ്യത്തെ ഒരു ട്രാൻസ് ആയിട്ടുള്ളൊരു എൻകൗണ്ടർ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് എൻട്രൻസ് എഴുതാൻ പോകുന്ന സമയത്തായിരുന്നു ഡൽഹിയിലോട്ട്. അപ്പോൾ ട്രെയിനിനകത്ത് ഈ ഒരു കൈയടിച്ച് വന്നിട്ട് ഇവരെ ആൾക്കാരെല്ലാം പൈസ മേടിക്കും. അപ്പം അച്ഛൻ അവർ വന്ന് കണ്ടപ്പോഴേ അച്ഛൻ നീ മേളിൽ കയറി കിടന്നു പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ നോക്കണം എന്താ സംഭവം എന്ന്. അപ്പൊ ഇങ്ങനെ വന്ന് ഹൈ ചിക്കണേ എന്ന് പറഞ്ഞ് അച്ഛനിട്ടൊരു ഉമ്മ കൊടുക്കാൻ പോയി. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു 10 രൂപ എന്തോ കയ്യിലുണ്ടായിരുന്നു എടുത്തം കൊടുത്തു. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഞാൻ പെട്ടെന്ന് ഇതെന്താ സംഭവം. എന്നിട്ട് നോർത്ത് ഇന്ത്യ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഓ തോ ചക്ക എന്ന് പറഞ്ഞാൽ ശിഖണ്ഡി എന്ന അവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കി കാണുമ്പോൾ എന്താണിതെന്ന് എനിക്ക് അറിഞ്ഞേ കൂടാ. 12th കഴിഞ്ഞിട്ട് പോകുന്ന ഒരു പയ്യനാണ്, ആദ്യമായിട്ട് എക്സ്പോഷർ കിട്ടുന്ന ഇതാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി അപ്പോഴേ അങ്ങ് ഫോമായി. പിന്നെയാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിംസ് കാണുന്നതും ഓരോരോ സ്പീച്ചും ടോക്കും, ജോഷ് ടോക്ക്, ടെഡ് ടോക്ക്, ഇതിലൊക്കെ ആൾക്കാർ വന്ന് സംസാരിക്കുന്ന കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, ഇത് മാത്രമല്ല എന്നുള്ളൊരിത് മനസ്സിലാവുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സെക്സ്വൽ എഡ്യൂക്കേഷനിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. അവിടെന്നേ പഠിപ്പിക്കണം ഇങ്ങനെ ആൾക്കാരുണ്ട്, എല്ലാവരും ഇങ്ങനെ അല്ല എന്ന് അവരെ റെസ്പെക്ട് ചെയ്യണം. എങ്കിൽ ഡിസ്ക്രിമിനേഷൻ വരൂല സൊസൈറ്റിയിൽ. റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ തന്നെ നമുക്ക് റെസ്പെക്ട് ഉണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് നിയമങ്ങളൊക്കെ ശക്തമാണെന്ന് തോന്നുന്നു, കേരളത്തില് ശക്തമാണ്. പക്ഷെ ഈയിടെയായിട്ട് കുറച്ച് പേരൊക്കെ മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലേ, ഇങ്ങനെ ഹോമോ ആണെങ്കിലും ഹോമോസെക്ഷൽ ആണെന്നുണ്ടെങ്കിലും അവര് അത് റിവീൽ ചെയ്യണ കുറവാണ്. എടാ നീ ഒരു ജസ്റ്റ് ഒന്ന് ആലോചിച്ച്, ഒരു നോർമൽ ഫാമിലിയിൽ ജനിച്ചൊരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഹോമോസെക്ഷൽ ആണ്, വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റില്ല, കാരണം വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യില്ല ഒരിക്കലും. അവര് ഒരു നോർമൽ ഒരു പയ്യനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അവർക്ക് സെക്ഷലി ഒരു കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കേസസ് ഒന്ന് ആലോചിച്ച് നോക്കിയാണ്ട, നമ്മൾ ഹെറ്ററോസെക്ഷലാണ്, തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാണ്
അതേപോലെ ആയിരിക്കും അവർക്ക്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാണ് ഒരു പയ്യനെ കെട്ട്, അപ്പൊ ഞാൻ കെട്ടും, വീട്ടുകാരുടെ പ്രശ്നം കാരണം കെട്ടും, പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പീഡനമില്ലേ അതൊരു, അല്ല എന്ത് ട്രോമ ആയിരിക്കും അവരിൽ അങ്ങനെ കേസുകളുണ്ട്. ഈ ഇത് ഫാമിലി പറയൂലേ, നീ ഒരു കല്യാണം കല്യാണം കഴിച്ച് മറ്റേ ജോജിയില്ലേ അവൻ കൊന്ന് മറ്റേ മരിച്ച് ഇനി ഷോക്കിലൊക്കെ ഇങ്ങനെ ഒന്ന് അഭിനയിക്കുമ്പോഴത്തേക്ക് അവര് പറയും മോനൊരു കല്യാണം കഴിച്ചാൽ മതി ശരിയാവും. ഇങ്ങനെ കേസസ് വരാറുണ്ട്. കാര്യം ഈ ഫാമിലി പ്രഷർ കാരണം ഫാമിലിക്കാർ ഈ ചെറിയൊരു സംഭവം അല്ലെങ്കിൽ ഇവരൊരു കാര്യം ഓപ്പണായിട്ട് പറയും, എനിക്കിങ്ങനെ ഒരു ഓറിയന്റേഷൻ ആണ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ നീ കല്യാണം പെട്ടെന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഒരാരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ആ പെൺകുട്ടി ഇനി അനുഭവിക്കണം. മനസ്സിലായില്ലേ? അവളുടെ ജീവിതവും പോയി, എവന്റെ ജീവിതവും പോയി. പിന്നെ എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും പിന്നെ അവർ രണ്ടുപേരും അങ്ങ് റിവീൽ ചെയ്യുന്നത്, ഇതാണ് സംഭവം, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അവർ കുടുംബ ജീവിതം അങ്ങ് പോയില്ലേ. മേ ബി അവർക്ക് കൊച്ചുങ്ങളുണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം, പക്ഷെ ഹാപ്പി ആണോ എന്ന് വെച്ചാൽ അല്ല, ഹാപ്പി ആയിരിക്കില്ല. അത് വീട്ടുകാർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ചാളാകുമ്പോൾ ശരിയാവും, അവര് ലൈഫ് ലോങ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കണം. അത് എന്ത് അവസ്ഥയാണെന്ന് ആലോചിക്കണം. ഇത് സെയിം സെക്സ് മാരേജ് ഇന്ത്യയിൽ ഇപ്പോൾ ലീഗൽ ആയിരുന്നു, ഇപ്പൊ പിന്നെ മാറ്റി. അപ്പൊ അങ്ങനെയുള്ളവര് ഇപ്പോഴും കാണും, അവര് ലിവിങ് ടുഗദർ ആയിരിക്കും ചെയ്യുന്നല്ലേ. ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഡൽഹി പ്രൊഫസറിന്റെ ഒക്കെ ബന്ധപ്പെട്ടിട്ട്. ഡൽഹിയിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഗേ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള അയാളുടെ ഫ്രസ്ട്രേഷനും ഈ അയാളുടെ സ്റ്റുഡൻസ് ഒക്കെ അറിയുകയും അങ്ങനെയുള്ള ഒരു സിനിമ, പേര് ഞാൻ മറന്നു, നമ്മുടെ ബാജ്പേയി ഇല്ലേ, മനോജ് ബാജ്പേയി ആണ് ആ ആക്ടർ അഭിനയിച്ചത്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, നല്ല സിനിമയാണ്. നല്ല കോളേജിലെല്ലാവരും അറിയും, പ്രൊഫസേഴ്സ് എല്ലാവരും കൂടെ കളിയാക്കും, പിന്നെ സ്റ്റുഡൻസ് കല്ലെറിയും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇയാളുടെ സെക്സ് ഇതായതുകൊണ്ട്. കാരണം അവർ വിചാരിക്കണത് ഇയാൾ ഇനി നമ്മളെ ഇത് ചെയ്യോ, ഇത് പകരുന്ന ഒരു അസുഖം എന്നൊക്കെയുള്ള രീതിയിൽ അസുഖം ബാധിച്ച രീതിയിലാണ് ആൾക്കാർ പെരുമാറുന്നത്. എന്തോ പ്രശ്നമാണ്. ഇപ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നോർമൽ എന്ന് ഓർക്കുമ്പോൾ കൂടെയാണ് നമുക്ക് സീരിയസ് ആയിട്ട് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും കൊണ്ടുവന്നിരുന്ന് സംസാരിക്കണം അവരുടെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. ഈ സെയിം സെക്സ് ലീഗൽ അല്ല, മാരിറ്റൽ റേപ്പ് ഉണ്ട്. അത് കംപ്ലൈന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. ഇന്ത്യയിൽ ഇപ്പോഴും കുഴപ്പമില്ലാത്തൊരു ലീഗൽ ആയിട്ടുള്ള സാധനമാണ് അത് മാരിറ്റൽ റേപ്പ്. എടാ മാരിറ്റൽ റേപ്പ് എന്താണെന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും, ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞു, പാർട്ട്ണർക്ക് സെക്സിന് ചെയ്യാൻ താല്പര്യമില്ല, എന്നാൽ ഫോഴ്സ്ഫുള്ളി അവരെ നിങ്ങൾ സെക്സ് ചെയ്യുകയാണെങ്കിൽ അത് മാരിറ്റൽ റേപ്പ് ആണ്. ഇപ്പോ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടുക എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമില്ലാത്തൊരു ഇതിനായിരിക്കും അവർ ചിലപ്പോൾ കമ്പനി. എല്ലാ കാര്യത്തിനും മ്യൂച്വൽ കൺസെന്റ് വേണം. കൺസെന്റ് ഇല്ലാതെ എന്ത് ചെയ്താലും തെറ്റാണ്. സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കണ്ട് അത് അതേപോലെ പ്രാവർത്തികമാക്കാൻ പോകുന്നു. അതായത് സെയിം പ്രശ്നം. നമ്മള് ഒരു പടം കണ്ടിട്ടില്ലേ എവന്റെ ആസിഫ് അലിയുടെ കെട്ടിയോളാണ് എന്റെ മാല. അപ്പൊ അതില് ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ളൊരു, അവൻ എന്ത് ചെയ്യണോന്ന് പോലും അറിഞ്ഞൂടാ, പക്ഷേ അറിയാത്തോണ്ടാണ് അവൻ അബദ്ധങ്ങൾ ചെയ്തത്. പക്ഷേ അയാളെ ന്യായീകരിക്കുകയല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു കേസ് ഉണ്ടെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്യണം. പക്ഷേ ബട്ട് സ്റ്റിൽ ആ സിനിമ കണ്ടപ്പോ എനിക്ക് പുള്ളി മനഃപൂർവ്വം അല്ല, ആ സിനിമയിൽ കാണിക്കുന്ന വെച്ചിട്ട് പുള്ളി മനഃപൂർവ്വം അല്ല, പക്ഷെ അത് ക്രൈമാണ്. അത് നേരത്തെ സംഭവം. ഡോക്ടറായിട്ട് വന്നത് മറ്റേ പുള്ളിക്കാരിയുടെ പേര് മാലാ പാർവതി. അതില് പുള്ളിക്കാരി പറയണുണ്ട് ഇത് ഭയങ്കര ഇഷ്യൂ ആണ് എന്നുള്ള സംഭവത്തിൽ. അത് ഭയങ്കര ഇഷ്യൂ ആണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം നോയിങ്ലി അല്ലെങ്കിൽ അൺനോയിങ്ലി അത് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം. സിനിമ ഒരു നല്ലൊരു സിനിമയാണ്, നല്ല സിനിമയാണ്, പക്ഷെ അതിന്റെ ശരിയായിട്ടല്ല. അവസാനം ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഒപ്പിച്ചു വെച്ചു. നടന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് പറയുന്നത്. ആ പെൺകുട്ടി എന്തുമാത്രം ട്രോമ അനുഭവിച്ചാണോ അല്ലേ. അത് പറഞ്ഞപ്പോ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇല്ലേ, അതില് റോൾ പ്ലേ ആണെന്താണ് പറഞ്ഞപ്പോ അത് നിനക്കെങ്ങനെ അറിയാം? എന്തോ പാവം പോലെയാണ് പെൺകുട്ടികൾക്ക് ഇതൊക്കെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കും കൂടി തോന്നണ്ടേ എന്നിട്ട് ഒരു ഡയലോഗ് അത് എനിക്കും കൂടി തോന്നണ്ടേ. അതായത് പാർട്ട്ണർക്ക് എന്താണ് ഇഷ്ടം അതൊന്നും ചോദിക്കാൻ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവർ തയ്യാറാവില്ല, വെറുതെ അങ്ങ് പോകും എന്തെങ്കിലും
അയാളുടെ ഒരു ഇത് കഴിയും അങ്ങ് വരും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവർ ഓപ്പണായിട്ട് സംസാരിക്കേണ്ടതല്ലേ. ഇത്രയും നാൾ ലൈഫ് ലോങ് ജീവിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണറിന് എന്താണ് ഇഷ്ടം, അവർക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടതെന്നൊക്കെ ചോദിക്കണം. അവരെ സെക്ഷൽ ഡിസയറും കൂടെ നമ്മൾ അറിയണം. അല്ലാതെ വെറുതെ ചെന്നിട്ട് അതൊരു റേപ്പ് ചെയ്യും പോലെയല്ലേ സത്യം പറഞ്ഞാൽ. എടാ നമ്മുടെ നാട്ടിൽ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ വരും ഒരു പ്രധാനപ്പെട്ട സ്കില്ല് ഈ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്നറിയാവോ? എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട്, വൈ എന്ന് ചോദിക്കാനുള്ള എത്ര പേര് ചോദിക്കൂടാ? ടീച്ചർമാർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര പേർക്ക് ചോദിക്കും? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ പഠിക്കുന്ന സമയത്ത്? ഈ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നില്ലേ, അത് ഈ സയന്റിഫിക് ടെമ്പറമെന്റിൽ വരുന്ന സാധനമാണ്. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അന്ധവിശ്വാസമായിട്ട് പോവാതെ എല്ലാം സയന്റിഫിക് ആയിട്ട് നമ്മൾ ആ അറിയാനുള്ള ഒരു ബുദ്ധിയാണ്. ഇപ്പൊ നമ്മള് ഓരോ ആചാരങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എന്തൊരു കാര്യം അസുഖം വന്നാ നമുക്ക് ഇത് പ്രാർത്ഥിച്ചാ മാറുമെന്ന് പറഞ്ഞ് കേളി. അസുഖം വന്നാ ഡോക്ടറിന്റെ അടുത്ത് പോവാ. അതാണ് സയന്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിച്ചത്. അതാണല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ളതല്ല. അല്ല എന്തുകൊണ്ടെന്ന് ചോദിക്കണം. ടീച്ചർ ഇപ്പൊ പറയുകയാണ് നിങ്ങൾക്കിനി നാളെ ക്ലാസ് കാണുള്ളൂ, എന്തുകൊണ്ട് ചോദിക്കാം. പോഷൻ പഠിപ്പിക്കാൻ ടീച്ചറോടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ചോദിക്കാം. റീസൺ അന്വേഷിക്കണം. എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഒരു റീസൺ നമ്മൾ അന്വേഷിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. ഇപ്പോൾ ഇത്ര ദിവസം ക്ലാസ് കാണില്ല, നിങ്ങൾ വീട്ടിൽ പോക്കോ, റീസൺ ചിലപ്പോൾ പറഞ്ഞു തരില്ല നമ്മളെ അടുത്ത്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോകും. നമ്മുടെ ഇത് തന്നെ മാതാപിതാ ഗുരു ആദ്യമേ എനിക്ക് ഓർമ്മയുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കാതെ നമ്മൾ പോയ കുറച്ച് ഇൻസിഡൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ടീച്ചർ വന്നിട്ട് നിങ്ങൾ ഈ പീരീഡ് പീറ്റിക്ക് വയ്ക്കും. അപ്പോൾ നമ്മൾ ചാടി പീറ്റിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം പേര് വിളിച്ചു നിങ്ങൾ ഇഞ്ഞ് വരൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ എന്ത് യവന്മാർക്ക് എന്ത് കലിപ്പ്. സംഭവം എന്താണെന്നറിയാമോ? പിള്ളേരെ എല്ലാ ഗ്രൗണ്ടിൽ പറഞ്ഞു വിട്ടിട്ട് ബാഗ് ചെക്കിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു പ്രൈവസിയിൽ കൊച്ചാണെങ്കിലും പ്രൈവസിയിൽ കടന്നു കേട്ടോടെ എല്ലാ പിള്ളേരുടെയും ബാഗ് ചെക്ക് ചെയ്തിട്ട് പോൺ സി ഡി ഒക്കെ പിടിച്ചിട്ട് എല്ലാവരും കൂടി കമ്പ്യൂട്ടർ ലാബിൽ ചെയ്തിട്ട് കണ്ടിട്ട് പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പോളിസി എന്നിട്ട് ഞാൻ കുറെ പേരെ വിളിച്ചു അവരെന്ത് ചെയ്ത് കാണുന്നു. പക്ഷെ അതില് ഒരു പി ടി സാർ ഉണ്ടായിരുന്നു, പുള്ളി മാത്രമാണ് അതിനെ എതിർത്തത്. ഞാൻ കണ്ടായിരുന്നു. ഞാൻ താഴെ വെച്ച് കണ്ട് സാറ് ഞാൻ സാറെന്ന് പറഞ്ഞു, മണി സാർ എന്തിനാണ് നിങ്ങൾ ഇതില് ചെന്ന് പിള്ളേരുടെ എന്ന് വെച്ചാൽ അത് വീട്ടുകാരെ വിളിച്ച് പറയുക. ഈ പിള്ളേരുടെയൊക്കെ വീട്ടിൽ വിളിച്ച് വരുമ്പോ അവർക്ക് വീട്ടുകാർ ഇത് അറിയുമ്പോ ഒരു അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളെന്തോ പിള്ളേരെ നേർവഴിയുടെ തല എന്നെ കൂടെ പറയുകയല്ലേ. അല്ല, ആ സാർ അന്ന് കറക്റ്റ് ആയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്. ആ പിള്ളേരെ അങ്ങ് വെറുതെ ഓർമ്മ ഉണ്ടാ എല്ലാരും ലൈന് വീട്ടിൽ പറഞ്ഞു കൊടുക്കണം. ഒരു സമയമാവുമ്പോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പെട്ടെന്ന് അങ്ങ് മാറ്റിയിരുത്തും. അപ്പോഴേ വിഭജനം തുടങ്ങുകയാണ് അവിടെ. വേറൊരു സംഭവം ഉണ്ട്. എനിക്ക് പണ്ട് 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് മാർക്ക് കുറഞ്ഞതിന് എനിക്കൊരു പണിഷ്മെന്റ് വന്നിട്ടുണ്ട്. കുറെ പെമ്പിളരെ പിടിച്ചിരുത്തിട്ട് അതിന്റെ നടുക്ക്. അതെന്താണ് പണിഷ്മെന്റ് ആണ്. എനിക്ക് പണിഷ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴാണ് എന്നെ 2 അവർ കഴിഞ്ഞപ്പോ മാറ്റി. ഭയങ്കര സംസാരം കുറച്ച് ആ പിള്ളേരെ പഠിക്കാൻ സംഭവിക്കില്ല. അല്ല, അന്ന് ഈ പെൺപിള്ളേരെ കൂടെ ഇരുത്താന്ന് പറയുന്നത് എന്തോ പണിഷ്മെന്റ് ഉള്ള. ആൺകുട്ടി പെൺകുട്ടി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ്, അതുപോലും അവര് വിചാരിക്കുന്നത് വേറെന്തോ സംഭവമാണെന്നുള്ള രീതിക്കാണ് അവര്. എന്നിട്ട് ടീച്ചർമാർ അവനും അവളും തമ്മിൽ എന്തോ സെറ്റപ്പാണ്, അവരെ പൊക്കി. പിന്നെ അതങ്ങോട്ട് ഗോസിപ്പായി, വീട്ടുകാരെ അറിയിക്കുന്നു, വീട്ടു പ്രശ്നം, നിങ്ങളുടെ മോന്റെ പോക്ക് ശരിയല്ല, മോളുടെ പോക്ക് ശരിയല്ല. അതെന്തോ ഒരാളെ കണ്ട് പിടിക്കും, പിടിച്ചിട്ട് ഒരാള് തന്നെ പറഞ്ഞു കൊടുക്കും. പോലീസുകാരന്മാരെ ഒരു സാക്ഷിയല്ല, ഒരു കള്ളനെങ്ങനെ ഒരു പ്രതിയെ പിടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പ്രതികളെയും ചോദിക്കൂലേ, അതേപോലെ എന്നിട്ട് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. വീട്ടില് എന്നുവെച്ചാൽ പെമ്പിള്ളേരുടെ വീട്ടിലാണെങ്കിൽ വൻ സീനായിരിക്കും അത്. എടാ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ 12th എങ്ങാണ്ടായിരുന്നപ്പോൾ ഒരു കുട്ടി നമ്മുടെ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് ക്ലാസ് മാറി വന്നു. അപ്പോൾ വന്നതിന് ശേഷം അപ്പോൾ എല്ലാവരും പുതിയ കുട്ടി കൊള്ളാം, അടിപൊളിയാണല്ലോ. ഒരു റൂമർ സ്പ്രെഡായി. ഈ കുട്ടിയെ അവിടെ എന്തോ ആനുവൽ ഡേക്ക് എന്തോ ഫംഗ്ഷന് വെച്ചിട്ട് കിസ് ചെയ്തെന്തോ പിടിച്ചു. അങ്ങനെയാണ് സ്കൂള് മാറിയത് എന്നുള്ളൊരു കാരണത്താൽ ആണ് ഇവിടെ വന്നതെന്ന്. അപ്പം ഞാനൊക്കെ ഇത് കേട്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റാണാടാ.
അല്ല തെറ്റാണോ അത്? എന്ത് തെറ്റ്? കിസ് ചെയ്യുന്നത് തെറ്റാണോടാ? ഒരിക്കലും അല്ല. ചെയ്യാതിരിക്കണം. എന്നാൽ അന്ന് ഇത് കേൾക്കുമ്പോ നമുക്ക് നമ്മളെ മനസ്സിൽ അയ്യോ അവള് പോക്ക് കേസ്. അങ്ങനെയാണ് എടാ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നടാ. ഇപ്പോഴത്തെ പിള്ളേരിൽ അങ്ങനെ കാണും, ഒരുപാട് പേര് കാണൂടാ. ഇപ്പോഴത്തെ പിള്ളേരില് എനിക്ക് ചെറിയ ശതമാനം നമ്മൾ കാണുന്നത് മാത്രമല്ലടാ ഇപ്പോഴത്തെ പിള്ളേർ. ഈ ഇന്റർനെറ്റും ഈ യൂട്യൂബും ഒന്നും സ്ലട്ട് ഷെയ്മിങ് അല്ലേ? സ്ലട്ട് ഷേമിങ്, അത് തന്നെ കറക്റ്റ് ടൈം. ഇപ്പൊ ഓർക്കുമ്പോ എന്ത് ചെറ്റത്തരമാണ് അതൊക്കെ. ആ കുട്ടിയുടെ അപ്പോൾ ഉള്ള നോർമലായിട്ട് പഠിക്കാൻ വരുന്ന സ്കൂളിലെ എല്ലാവരും അവളെ ഇങ്ങനെയാണ് കാണുന്നതെന്ന് ഓർക്കുകയാണെങ്കിൽ അവളുടെ മെന്റൽ സ്റ്റേറ്റ് എന്തായിരിക്കും? അതാണ്. ഈവൻ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞ പോയി തന്നെ ടീച്ചേഴ്സ് തന്നെ പറയൂലേ, മിക്ക സ്കൂളിലും പറയുമായിരിക്കും ഇല്ലേ? പറയും. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടുകൂടാ, പൗഡർ ഇട്ടുകൂടാ. സ്കൂളിൽ നിന്നേ അനാവശ്യമായ ഒരുപാട് ശീലങ്ങളെ പഠിപ്പിച്ചങ്ങ് വിടുകയാണ് നമ്മളെ. അല്ല, ഈ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ 90s ടൈമിലാണല്ലോ നമ്മൾ വന്നത്. ആ ഒരു സമയത്ത് ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള പല സാധനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോഴാണ് മാറിയത്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും മൂള നമുക്ക് വീണേന്ന് തോന്നണം. ഇപ്പോ നമ്മള് ഇനി എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ആവൂല. കാര്യം ഒരു മനുഷ്യൻ ഇപ്പോൾ എ മാൻ ഈസ് എ ചൈൽഡ് ഓഫ് എ ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ എന്ന് പറയൂലേ. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡാണ് നമ്മുടെ ഡെവലപ്പ് ആകുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി ഫുള്ള് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മളെന്നും ജീവിതാവസാനം വരെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിഫൈൻ ചെയ്ത് വരാൻ പറ്റും. ഓരോ പുതിയ തലമുറയോടൊപ്പം ഇങ്ങനെ റിഫൈൻ ചെയ്ത് വരാം. പക്ഷെ 100% പൊളിറ്റിക്കലി കറക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഇല്ല. നമുക്ക് ഇപ്പോഴും ഈ സ്ലട്ട് ഷെയ്മിങ് അങ്ങനെയുള്ള കുറേ ടേംസ് നമ്മൾ കേൾക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ആ ഒരു ഇതായിരിക്കും. പിന്നെയാണ് നമ്മൾ ചിന്തിച്ചിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ചിലപ്പോൾ അത് അങ്ങനത്തെ കോമഡികൾ നമ്മളെ വായിന്ന് ഇടക്കിടക്ക് വരാറുണ്ട്. നമ്മൾ പോലും ശ്രദ്ധിച്ചല്ലോ, നമ്മളൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയില്ല. പക്ഷെ ആലോചിക്കാതെ വരുന്ന സാധനമാണത്. അതുപോലെ തന്നെ നേരത്തെ എന്താടാ അല്ലേ നീ ഇപ്പൊ പറഞ്ഞ സംഭവം ഇല്ലേ, ഈ ചില കോമഡി ഷോസിലൊക്കെ ഇങ്ങനെയുള്ള കോമഡി വരുമ്പോൾ നമ്മൾ ആദ്യം ചിരിക്കും, പിന്നെയാണ് നമ്മൾ ആലോചിക്കണം ഓ അത് ശരിയല്ല. പക്ഷെ ആദ്യം നമ്മൾ ചിരിച്ചു പോകും ചില സമയങ്ങളിൽ. ഇപ്പം നമ്മള് വ്ളോഗ് എടുക്കുമ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലും വരൂലേ, നമ്മുടെ ടങ് സ്ലിപ്പ് ഒക്കെ ആയിട്ട് വരും. വിനു, നിനക്ക് ഓർമ്മയുണ്ടാ നമ്മൾ മറ്റേ ആടിന്റെ വീഡിയോ ഈ ഫോട്ടോ കാട്ടുമാൻ എന്തായിരുന്നു, കാട്ടുമാൻ ചുട്ടു നിന്നപ്പോൾ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഒരു ക്ലിക്ക് ബൈറ്റ് ആണ് കാട്ടുമാൻ എന്ന് പറഞ്ഞാൽ കാട്ട് MAN എന്നാണ് എഴുതിയിരുന്നത്. അപ്പൊ കാട്ടുമാൻ ആയിട്ട് ഞാൻ ഇട്ടിട്ട് ചുട്ടു തിന്നപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പഠിക്കാനായിരുന്നു പക്ഷേ ഇത് വേറെ റൂട്ടാണ് പോയത്. പക്ഷെ അന്ന് ഒരു ആർട്ടിക്കിൾ എന്റെ കണ്ണിൽപ്പെട്ടു. എന്തോ കാട്ടിൽ അധിവസിക്കുന്നവരെ ഒരു പ്രമുഖ യൂട്യൂബർ അധിക്ഷേപിച്ചു. അവരുടെ ഡ്രസ്സിങ് കസ്റ്റംസ് എടുത്തിട്ടിട്ട് ഒരു ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിൽ എക്സിബിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ഞാൻ സ്വപ്നത്തിൽ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ഒരു സാധനം ചിന്തിച്ചിട്ടില്ല. ഞാൻ നോക്കാം ഒരു ക്യാച്ചി തംബ്നെയിൽ എന്തുണ്ടാക്കാം, ക്യാച്ചി ക്ലിക്ക് ബൈറ്റ് എന്തുണ്ടാക്കാം. അപ്പൊ നോക്കാം കൊള്ളാം, മാൻ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരൊറ്റ മനുഷ്യനെ അധിക്ഷേപിക്കാനോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അവർ പറയുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അത് റോങ് ആണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു ആ സിനിമ ഉണ്ടല്ലോടാ ബാംബു ബോയ്സ്, കൊച്ചിലത്തെ എന്റെ ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ആ സിനിമയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അപ്പോൾ നീ പറയുന്ന ആർട്ടിക്കിളും ചെറിയൊരു കാര്യം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഇന്റന്റ് ചെയ്തല്ല ചെയ്തത്. പക്ഷെ അവര് പറയുന്ന ഒരു പ്രമുഖ യൂട്യൂബർ ഇത് കാണാൻ 1 മില്യൺ ആൾക്കാർ എന്നുള്ളൊരിത് പറയുമ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് വരുമ്പോ എവിടെയൊക്കെ എന്തൊക്കെയോ റോങ് ഉണ്ടെന്ന് അറിയാം. അല്ലാതെ സംഭവം ശരിയാണ്. നമ്മുടെ എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ നോക്കിയാലും നമ്മുടെ ഇതിലെപ്പോഴും ഒരു ഇത് ആ വീഡിയോയിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തോ ഒരു റേപ്പ് ജോക്ക് കണ്ട് നമ്മള് ആടിനെ എന്തോ നമ്മള് കഴിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മള് റേപ്പ് ചെയ്യുന്നുള്ളൊരു സംഭവം. അപ്പൊ അത് ഇവന്മാർ വിനോദ അത് കുറെ കമന്റ് ഒക്കെ വന്ന് ചിലപ്പോ അതൊരു റേപ്പ് കൾച്ചറാണ്, അതെ അത് തെറ്റായിട്ടുള്ളൊരു ടോക്കാണ്.
അപ്പൊ അന്ന് വിനു പറഞ്ഞടാ അത് നീ എഡിറ്റ് ചെയ്ത് മാറ്റണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാത്രി വലിയ കാര്യത്തിരുന്ന് ആ ഭാഗം 30 സെക്കൻഡ് ഉണ്ടായിരുന്നു, എനിക്ക് അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ക്രിക്കറ്റ് കളിക്കാൻ വന്നു. അപ്പൊ ട്രെൻഡിങ് നമ്പർ 1 ആ റേപ്പ് ജോക്ക് മാത്രം പറയണം 30 സെക്കൻഡ് മാത്രം 70,000 പേര് 70,000 ലൈക്ക്. അന്നേരം വീഡിയോ 7 ലക്ഷം എങ്ങാണ്ടായി. ഓ ആ 30 സെക്കൻഡ് മാത്രം കിടന്ന് ഓടണടാ, എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. പിന്നെ അത് നീ ഡിലീറ്റ് ചെയ്ത് പിന്നെ അത് ഞാൻ അല്ല അത് പ്രൈവറ്റ് ആക്കി ട്രെൻഡിങ്ങിന്ന് പോയി. ഞാൻ പോട്ടെ, ട്രെൻഡിങ് കുഴപ്പമില്ല, നമ്മൾ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പിന്നീട് ഇട്ടത്. അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചല്ലോ. അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. പല യൂട്യൂബേഴ്സ് ശ്രമിക്കാറില്ല. എന്റെ അടുത്ത് ആരെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാലേടാ ഞാൻ അത് കൺസിഡർ ചെയ്യും, ഞാൻ ഒരിക്കലും അടച്ച് പുച്ഛിച്ച് കളയില്ല. അത് മാത്രമല്ലടാ, ഈ കുറച്ച് പേരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കെബിലിറ്റി ഉണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കാൻ പാടില്ല. ഒരു റെസ്പോൺസിബിൾ അത് നീ പറഞ്ഞു കറക്റ്റ് ആണ്. ഇപ്പൊ അവര് നിനക്ക് ഇപ്പൊ ഫാൻസ് ആയാലും അവര് നിനക്ക് സ്നേഹം തരണില്ല, സ്നേഹവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു ഭയങ്കര. പക്ഷെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം കുറെ പിള്ളേർ വെറുതെ പിള്ളേരായിരിക്കും അത് തന്നെ ചുമ്മാ റോങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എന്തോ പറയാം, ഈ ബെറ്റിംഗ് ഉള്ള ആപ്പുകളൊക്കെ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്കും ഒരു റമ്മി അങ്ങനത്തെ ഇതൊക്കെ. ഇത് കാണുന്നതിൽ 1,00,000 പേരെങ്കിലും കണ്ടാൽ ഓക്കെ ഫൈൻ. അത്രയും പേരിലേക്ക് എത്തിക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വേണം. ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അന്ധമായിട്ട് ഒരിക്കലും ഫോളോ ചെയ്യരുത്. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുക, എന്നിട്ട് യുക്തമാണെങ്കിൽ ഓക്കെ, അല്ല യുക്തമല്ലെങ്കിൽ പറയുക ഇത് തെറ്റാണെന്ന്. ചീത്ത വിളിക്കാൻ പോകരുത്, പറയുക ഇത് തെറ്റാണെന്ന്. കറക്റ്റ് ചെയ്യുന്നെങ്കിൽ ഓക്കെ, കറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവോയ്ഡ് ചെയ്യുക, പിന്നെ അത് കാണാതിരിക്കുക. കാരണം ഒരു വലിയ തലമുറ വളർന്നു വരുന്നത് ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മല്ലു അനലിസ്റ്റ് ചാനൽ നീ കാണാറുണ്ട്. അതിന് ആ ചാനൽ കണ്ട് സത്യസന്ധമായിട്ടും പറയണം, ഒരുപാട് കാര്യങ്ങൾ ഞാൻ റീതിങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന പല കാര്യങ്ങളും. മല്ലു അനലിസ്റ്റ് ഒരു എന്താ പറയാ മലയാളത്തിന് ആവശ്യമുള്ള ഒരു ചാനലാണ്, ആവശ്യത്തിനുള്ള ചാനലാണ്. പുള്ളിക്കാരൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം കേരളത്തിൽ വരികയാണെങ്കിൽ ലീവിന് വരുമ്പോ വളരെ സന്തോഷം. ജർമ്മനിയാണെന്ന് തോന്നുന്നു. ഇവിടെ വരുവാണെങ്കിൽ മിക്കവാറും നമ്മള് 3 നേരം റോസ്റ്റ് ചെയ്യുന്നാലും സന്തോഷം. 4 പേര് റോസ്റ്റ് ചെയ്യുന്നാലും കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ഇങ്ങോട്ട് വരണം, നമ്മൾ ഓപ്പൺ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തേക്കാണ് ഇപ്പോഴേ. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ചാനലുകളാണ് നമ്മൾ കുറച്ചും കൂടി. ഗെറ്റ് റോസ്റ്റ് വിത്ത് ഗായത്രി, പിന്നെ പുള്ളിക്കാരൻ ഇവർ രണ്ടുപേരും തന്നെയാണ്. റോസ്റ്റ് വിത്ത് ഗായത്രി ഇടയ്ക്ക് വെച്ചിട്ട് ആനീസ് കിച്ചനെ റോസ്റ്റ് ചെയ്തൊരു വീഡിയോ. ആനീസ് കിച്ചൺ അല്ല, ടിനി ടോമിന്റെ ഒരു സാധനമുണ്ട്, സൂപ്പറാണ്. ടിനി ടോമിന്റെ അറിയാമോ? ആ വീഡിയോ വേണല്ലോ. പുള്ളി അഡൽട്ട് ജോക്ക് എന്ന് പറയാൻ വന്നത് സെക്സ് ജോക്ക് ആയി പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര സാധനമാണ്. ആനീസ് കിച്ചൺ സൂപ്പർ ആളടാ. അത് ഈ പഴയ ഒരു ആളുടെ മൈൻഡിൽ കിടക്കുന്ന സെറ്റപ്പ് ഇല്ലേ, അതായത് കുലസ്ത്രീ കറി വെക്കാൻ അറിയത്തില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കും. എന്നിട്ട് പുള്ളിക്കാരി പറയുമ്പോഴത്തേക്ക് ടാനൊന്നും ഇടാറില്ലേ. അത് ആരായിരുന്നു അപ്പുറത്ത് നിന്ന്? മറ്റേ നല്ല നിമിഷ കറക്റ്റ് ആള് അവരെന്തോ അവര് വളർന്നതും സാഹചര്യങ്ങളും എല്ലാം അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പുള്ളിക്കാരുടെ ആനീസ് കിച്ചണില് വേറൊരു മറ്റേ കഥയില്ലത് ജീവിതത്തില് അവർ രണ്ടുപേരും കൂടെ വന്ന് എന്റെ പൊന്നോ, അവർ 2 മാച്ചായിരുന്നു അതിൽ. അയ്യോ, കഥയില്ലത് ജീവിതത്തില് കുറെ ട്രോളുകളുണ്ട്. ആ ഒരു സീരീസ് സ്ത്രീകളായ എല്ലാം സഹിക്കണം. എന്തോന്ന് ഇത് ഫുഡ് എന്തിനാണ് രുചി നോക്കാൻ പാടില്ല, എന്തൊക്കെയോ ഭയങ്കര കുറെ കൊരിഷ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിന് എന്തോ 90 അല്ല 8. ആ പരിപാടി ഉണ്ടോ? ആ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫാമിലി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിരിഞ്ഞിട്ടേ പോവുള്ളൂ. ആ ലെവലിലാണ് അവിടെ ഇട്ട്. അത് പറയുമ്പോ തന്നെ ഈ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ മലയാളികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടെലിവിഷൻ സീരിയല്, ടെലിവിഷൻ ഷോസ്. അതൊക്കെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു. വീട്ടമ്മമാരെയൊക്കെ സീരിയലുകൾ, ഇങ്ങനെ TV ഷോസ് ഒക്കെയാണ്. അപ്പൊ അവരുടെ കുറച്ചൊന്ന് പൊളിറ്റിക്കലി കറക്റ്റഡ് ആവുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ റിഫൈൻഡ് ആവണം, നല്ലതായിരിക്കും. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുലസ്ത്രീ എങ്ങനെ വാർത്തെടുക്കാന്നാണ്. പാവപ്പെട്ട ഒരു കൊച്ചാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഉത്തമ. സ്വന്തം നിലപാട് പറയണം. ഇവർ പറയുന്നത് ഓഡിയൻസിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഇവർ കണ്ടന്റ് ഉണ്ടാക്കും. എന്നാൽ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇവർ കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് കണ്ടന്റ് അനുസരിച്ച് ഇവോൾവ് ആവണ്ടോളും.
ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ എന്തോരം മാറ്റം ഉണ്ടായില്ലേ. ഇപ്പൊ റിയലിസ്റ്റിക് ആയിട്ടല്ലേ ഇപ്പൊ കുറെ സിനിമകൾ ഇറക്കുന്നത്. പക്ഷെ TV ഷോയിലൊക്കെ ഇപ്പം നമ്മൾ ആഗ്രഹിക്കും പോലെ എന്ന് വെച്ചാൽ TV ഷോ ആവട്ടെ ന്യൂസ് ആവട്ടെ നമ്മള് ഓഡിയൻസിന് എന്താണ് ആഗ്രഹം, കാണാൻ എന്താണ് ആഗ്രഹം, അതേപോലെയാണ് അവര് തയ്യാറാക്കണം. ഇപ്പൊ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമ്മളിപ്പോ ന്യൂസിൽ തന്നെ ന്യൂസ് ചാനൽ കാണൂലേ, ന്യൂസ് ചാനൽ കാണുമ്പോഴും ഒരാൾ അഴിമതി ചെയ്തിട്ടുണ്ട് ചിലപ്പോ ഉണ്ടാവും, ഇല്ലെങ്കിൽ അപ്പോഴും നാട്ടുകാർ വിചാരിച്ചു വെച്ചിരിക്കണം ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴും അതിനനുസരിച്ചുള്ള ചർച്ചകളും ന്യൂസ് ആണ് ആണടാ ഇത്. പക്ഷെ അതാണ് സംഭവിച്ചത്. പക്ഷെ അതിന് കുറച്ച് ക്രിയേറ്റീവ് ഫ്രീഡം കുറവാണ് ഈ ന്യൂസിനൊക്കെ. കാര്യം ഫാക്റ്റും കൂടെ വരുന്നൊരു സാധനമാണ്. പക്ഷേ ഈ സീരിയലുകൾ, TV ഷോസ് അതൊക്കെ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. ഒരു എഴുത്തുകാരൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡമാണ് അവിടെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സീരിയലിലെ മിക്ക പാറ്റേൺസ് സെയിം ആണ്. ഒരു പാവപ്പെട്ട ഒരു കൊച്ച്, എന്നിട്ട് ഒരു അമ്മായിയമ്മ കാണും, അവരാണെങ്കിൽ ഭയങ്കര കലിപ്പായിരിക്കും, അല്ലെങ്കിൽ ഭീകരിയായ പെങ്കൊച്ച്, പാവപ്പെട്ട അമ്മായിയമ്മ, പാവപ്പെട്ട അമ്മായിയമ്മ. അതൊന്നും മാറി കിട്ടണോന്ന് ഞാൻ പണ്ടോട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇവര് തന്നെ വിചാരിക്കണം, ഈ വീട്ടമ്മമാരും. ഞാൻ പറയട്ടാടാ, ഇപ്പൊ ഇനി ജനിച്ച് വളർന്നു വരാൻ പോണ്ട ഒരു ജനറേഷൻ ഇല്ലേടാ, ഇതുപോലുള്ള റിഫൈൻഡ് ക്വാളിറ്റി കണ്ടന്റുകൾ കണ്ട് വളർന്നു വരുന്ന ഒരു ജനറേഷൻ അവരുടെ പൊസിഷനിൽ എത്തുമല്ലോ, ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിൽ എത്തുമ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പ്രോപ്പർ ആയിരിക്കും. പക്ഷെ ഇപ്പോഴുള്ള ഇതില്ലേ, ഇപ്പോഴുള്ള ഓഡിയൻസ് അവര് കൂടുതലും കാരണം മറ്റേ ഹിന്ദി സീരിയലില്ലേ, അതെന്തോന്നാ അയ്യോ. ഞാൻ ഇടയ്ക്ക് വെച്ച് ചന്ദ്രന്റെ ഒരു കഷ്ണമൊക്കെ പറക്കിക്കൊണ്ട് വരുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ചന്ദ്രനെ ഒരുത്തി പറയും, എനിക്ക് ചന്ദ്രനെ പിടിച്ചോണ്ട് വരുന്ന ആരാണ് അവനെ ഞാൻ കെട്ടുവോ. നോക്കുമ്പോ ഒരുത്ത കാറ് പറന്നു പോകണം, കാറ് പറന്നുപോയി, എന്നിട്ട് കാറിൽ പാതി വഴി വരെ എത്തിയിട്ട് കയറ് വെച്ച് എറിഞ്ഞ് വലിച്ചെടുക്കും. കാറ് പറന്നുപോയല്ലേടാ, എന്നിട്ട് അവൻ ഒരു കമ്പെടുത്ത് കൊത്തുമ്പം ചന്ദ്രൻ ഒരു കഷ്ണം അടർന്നു അവളുടെ ഫ്രണ്ട് വീഴും. അപ്പൊ നിന്നെയാണ് ഞാൻ പകുതി വെച്ചെത്തുള്ളൂ, പകുതിയുടെ കാറിൽ എന്തൊക്കെയുണ്ട് മറ്റേ ലാപ്ടോപ്പ് കഴുകിയിടല്. പണ്ട് നമ്മള് കൊച്ചുനാളില് നല്ല സീരിയല് കടമറ്റത്ത് കത്തനാര്, അത് ഹൊറർ സാധനമായിരുന്നു, രസമായിരുന്നു. എനിക്ക് തോന്നണ ക്വാളിറ്റി കുറഞ്ഞു വരണം. പിന്നെ മറ്റേ ടോമോ അങ്ങനെ എന്തോ ഒരു ടിപ്ടോ ഫർണിച്ചേഴ്സിലൊക്കെ ഉള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, ഒരു പണ്ട് പകിട പമ്പരം. സൂപ്പർ സാധനമായിരുന്നു. പക്ഷെ ഇപ്പൊ അതപതിച്ചോ ഇല്ലേ സംഭവം? അതിപ്പോ ഇല്ല, സീരിയലുകളാ അതൊക്കെ കിട്ടില്ല സംഭവങ്ങളായിരുന്നു ദൂരദർശനിലുണ്ടായിരുന്ന. പിന്നെ അപ്പോഴും തന്നെ സീരിയൽ അഭിനയിക്കാൻ തന്നെ സിനിമയിലുള്ള നടന്മാർ ഒരുപാട് പേരുണ്ട്. സിദ്ദിഖ് ഉണ്ടായിരുന്നു, തിലകൻ ഉണ്ടായിരുന്നു. ശരിയാ, മാറി ഡിഫറെന്റ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പേടിയായിരിക്കും അവർക്ക്. റേറ്റിംഗ് പോയാലോ ഒരു ഫോർമുലയിൽ എന്തൊക്കെ പറഞ്ഞാലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇതല്ലേ. മാറ്റി പിടിച്ചാൽ ചിലപ്പോ കൊമേഴ്ഷ്യൽ ആയിട്ട് അവർക്ക് പൈസ റവന്യൂ ഉണ്ടാക്കാൻ പറ്റൂലായിരിക്കും, പ്രഷറായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ പറഞ്ഞു വരുമ്പോ ക്വാളിറ്റി കുറഞ്ഞാണ് വരണം. ശരിയാണ് കേട്ടോ, ക്വാളിറ്റി കുറഞ്ഞാണ് കാരണം. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ഒരു വീഡിയോ അയച്ചിരുന്നുണ്ട്, സീരിയൽ വീട്ടിലിട്ട് ചുമ്മെങ്കിലും ഒന്ന് വീഡിയോ എടുത്തതാണേ. എന്നുവെച്ചാൽ ഒരു അമ്മായിയമ്മ, ഒരു ഭയങ്കര പൈസ ഉള്ളൊരു അമ്മായിയമ്മ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഉണ്ട് കാർ. ഇന്ന് ഏത് കാറാണ് പോകുന്നത്, അപ്പോൾ കാറിലൊക്കെ കൊണ്ട് ഇറങ്ങി കൊടുക്കും, വലിയൊരു പട്ടുസാരി കൊടുത്ത് തൊഴുതുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും അവിടെ ഒരു റാൻഡമായിട്ടൊരു പെണ്ണ് വരും. അപ്പോൾ പെങ്കൊച്ചിനെ കണ്ട് തേജസ് കണ്ടിട്ട് അമ്മായിയമ്മ ഇങ്ങനെ നിൽക്കും കുറച്ചു നേരം, ഇങ്ങനെ തൊഴുതുകൊണ്ട് ദേവി തൊഴുന്ന അമ്മായിയമ്മ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അമ്മായിയമ്മയുടെ സാരി കത്തയാണ് അവിടെ, സാരി ഈ വിളക്കിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മ പക്ഷേ മതി മറന്നുപോയി, ഈ കൊച്ചിനെ കണ്ടിട്ട് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ നിൽക്കുന്നു കൊച്ചിനെ കണ്ടിട്ട്. അപ്പൊ കൊച്ചി സാരി കത്തുന്നു. അപ്പോഴും അമ്മായിയമ്മയല്ല, ആ ഒരു പ്രായമുള്ള സ്ത്രീ ഇങ്ങനെ തൊഴുതു. അപ്പൊ കൊച്ചിനെ കണ്ട് ഇങ്ങനെ, ഇതാണ് എൻ്റെ മരുമകൾ, മനസ്സിലായ? അപ്പോഴത്തേക്കും ആളുടെ കൈ നോക്കിയപ്പോൾ അവിടെ നിന്ന് വല്യമ്മയൊക്കെ ഇങ്ങനെ നോക്കണം, സീരിയൽ വല്യമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് സീരിയൽ കണ്ടിട്ട്. എന്നിട്ട് അവർ സാരി കത്താൻ അറിയണില്ല, ഈ കൊച്ചൊന്ന് അണച്ചു കൊടുക്കുന്നു, സാരി അണച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇത് കഴിയുമ്പോഴത്തേക്കും എന്താ, ഈ പോയ ഈ അമ്മയില്ലേ, അവരുടെ മോൻ വീട്ടിൽ നിന്ന് കോട്ടച്ചിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണം. എന്നിട്ട് അവിടുത്തെ ആളുള്ള റോസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്തിനാ അമ്മയെ ഒറ്റയ്ക്ക് വിട്ടു? അമ്മ ആരും അറിയാതെ ഈ നാട്ടിൽ നിന്ന് പോയെന്നോ? വാട്ട്, ഈ വീട്ടിൽ നിന്ന് അമ്മ ഒറ്റയ്ക്ക് പുറത്ത് പോയി? ഷിറ്റ്. അപ്പോഴത്തേക്കും ജോലിക്കാരൻ വിറച്ച് നിൽക്കല് പേടിച്ച്. കഥ പറയണല്ലോ, ഞാൻ കണ്ടതാണടാ ഇത്, ഞാൻ കുറച്ചിരുന്ന് കണ്ടിത്. എന്ത് പരിപാടി, ഇങ്ങനെയൊക്കെയാണ് പരിപാടി. നമ്മള് പണ്ട് കൊച്ചിലായിരുന്നപ്പോ ഒരുപാട് നല്ല സീരിയൽ ഉണ്ടായിരുന്നു, കാർട്ടൂൺ പോലെയൊക്കെ ഒരുപാട്. ഇപ്പൊ അതൊന്നും ഇല്ലേ?
നമ്മുടെ ഓം നമ ശിവായ ഉണ്ടായിരുന്നു. നല്ല കാർട്ടൂൺ അല്ലല്ലോ. കാർട്ടൂൺ അല്ല, ഞാൻ സീരിയലാണ് ഉദ്ദേശിച്ചത്. കാർട്ടൂണും ഉണ്ടായിരുന്നല്ലോ, ഡെൻവർ ഉണ്ടായിരുന്നു. അയ്യോ പണ്ട് മറ്റേ DD നാഷണൽ 2 അല്ല DD2 ജംഗിൾ ബുക്ക് ഹീമാൻ ഓ ശക്തിമാൻ ശക്തിമാൻ പറഞ്ഞ സൗണ്ട് ഓർമ്മയില്ലേ? അങ്ങനെ തന്നെ വരും. നീ എടുത്ത് നോക്ക്. അങ്ങനെയല്ലേ? നീ പറഞ്ഞ അല്ലല്ലല്ല ഇങ്ങനെ സൗണ്ട് ആയിരുന്നു. മറ്റേ ഹീമാൻ ഉണ്ടായിരുന്നു, ഡക്ക് ടൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാ, പോപ്പോയ് ഉണ്ടായിരുന്നു, ടോം ആൻഡ് ജെറി ഉണ്ടായിരുന്നു. പിന്നെ കാട്ടിലെ കണ്ട മമ്മി എന്ന് പറഞ്ഞ ഇതാണ് 5 മമ്മീസ്. നോഡി ഉണ്ടായിരുന്നു. കാട്ടിലെ കണ്ണ ഞാൻ ആദ്യം കാണും. ആസ്ട്രിക്സ് നല്ലതായിരുന്നു. പിന്നെ കുറെ കുറെ ഉണ്ടായിരുന്നു. ഇപ്പോ എന്താണ് അത് ഇപ്പൊ കറന്റ് ട്രെൻഡ് ആയിട്ട് ബെൻടെൻ ഒക്കെ ഇപ്പോഴാണ്. ബെൻടെൻ നമ്മുടെ ഏജിലൊക്കെ ബെൻടെൻ ഇപ്പോഴും ഉണ്ടെന്നു. ബെൻടെൻ ഇപ്പോഴും ഉണ്ട്. ഡ്രാഗൺ ബോൾസ് അത് കാണാനായിട്ട് ഞാൻ ക്ലാസ് വരെ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഈ അനിമയുടെ അനിമയുടെ ഇൻട്രൊഡക്ഷൻ ഡ്രാഗൺ ബോൾസ് തന്നെ ആയിരുന്നു. അടിപൊളി സീരീസ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ പിന്നെ ഏതൊക്കെ വൺ പഞ്ച് മാൻ വരെ എത്തി. പക്ഷെ നമ്മൾ എവിടെ വെച്ചാണ് വിനു ഈ ഡൈവേർട്ടായി കുറച്ചുകൂടെ അല്പമെങ്കിലും ഡെവലപ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്? ഇത് കാണുന്നതാണ്, കാർട്ടൂൺ കാണാനല്ല, മെച്ചുവറായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. പൗരബോധമൊക്കെ എപ്പോഴോ അങ്ങ് വന്നതാണല്ലേ, വന്നു പോയതാണ്. അത് ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് ഒരു ദിവസം ഉൾവിളി ഉണ്ടായി പറയണൊന്നുമല്ല. അത് അൺലേണിങ്. നമ്മൾ പണ്ടത്തെ എന്താണ് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ പതുക്കെ ആള് പറയും. ചിലപ്പോൾ ആള് വഴക്ക് പറയും. നമ്മള് ചിന്തിക്കാൻ തുടങ്ങി, അതിനുശേഷമാണ് നമ്മൾ മാറി. അതൊരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാവുന്ന സാധനമല്ല, അതൊരു പ്രോസസ്സാണ്. കുറച്ച് നാളെടുക്കും അതിലോട്ട് വരാൻ. നീ പറഞ്ഞതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, അതിനുശേഷമാണ് നമ്മൾ മാറി. പണ്ട് തൊഴുവിടാന്ന് പറഞ്ഞാൽ പോയി തൊഴുവായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നാൾ അതിനെ ചോദിക്കാൻ തുടങ്ങി, എന്തിന് തൊഴുവണത് എന്നൊക്കെ ഉള്ള സംഭവമായി. അങ്ങനെയാണ് മാറിയത്. പാരന്റ്സ് ആയാലും ശരി, പാരന്റ്സിന്റെ അടുത്ത് നമുക്ക് തിരിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു ഫ്രീഡം വേണം. എന്തെങ്കിലും ഒരു കാര്യം നീ അത് ചെയ്യാൻ പാടില്ല. പാരന്റ്സ് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ പറയൂലേ കൊച്ചിലെ എല്ലാ പാരന്റ്സ് പറയണ കേൾക്കണമെന്ന്. പാരന്റ്സിനും തെറ്റുപറ്റാം. എല്ലാരും മനുഷ്യരല്ലേ. നമ്മുടെ വീട്ടിലൊന്നും എനിക്ക് തോന്നിട്ട് വലിയ പ്രശ്നമില്ല, അത്ര റെസ്ട്രിക്ഷൻസും അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് തോന്നുന്നു. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് തോന്നി നമ്മുടെ ഈ എബിൻ ചേട്ടനില്ലേ, ഫുഡ് ആൻഡ് ട്രാവൽ അല്ലേ, 2 ചാനലുണ്ട് പുള്ളിക്ക്. ഒന്ന് ഫുഡ് ആൻഡ് ട്രാവൽ ഉണ്ട്, പിന്നെ ഒന്ന് ജോണ്ട് മങ്കി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനൽ. അപ്പൊ പുള്ളിക്കാരന്റെ മോൾക്ക് ഒരു ഐസ്ക്രീം ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് പുള്ളിക്കാരൻ ഐസ്ക്രീം കഴിക്കണോ മുമ്പേ ചോദിക്കാം. അപ്പൊ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ കുറച്ച് ഐസ്ക്രീം കഴിച്ചോട്ടെ എന്ന് ചോദിക്കും. ഞാൻ ഇന്ന് വരെ ഒരു പാരന്റും സ്വന്തം മക്കളെടുത്ത് ഞാൻ കുറച്ച് കഴിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കണം ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരൻ്റെ എന്ന് കണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെ ഒരു ഇവിടെ ചെറിയൊരു കുട്ടിയുടെ അടുത്ത് തന്നെ നമ്മൾ അങ്ങനെ ഒരു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം, റെസ്പെക്ട്ഫുള്ളി നമ്മൾ ചോദിക്കണം എന്നൊക്കെ ഒരു എക്സാമ്പിളാണത്. പിന്നെ പാരൻസ് തന്നെ ചെയ്തു കൊടുത്താൽ വളരെ നല്ലതാണ്. നമ്മുടെ അവിടെ ആണെങ്കിൽ കഴിച്ചിട്ട് ഒരു പൊളൈറ്റ്നെസ് ആണ്. ഇതൊക്കെ നമ്മളും പഠിക്കേണ്ടിയിരിക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യം. നമ്മൾ ഇപ്പോഴും മെച്ചുവർ അല്ല, ഇപ്പോഴും ഭയങ്കര കളിയും ചിരിയും ചിരിച്ചൊക്കെ തന്നെ നടക്കുന്നത്. നമ്മൾ ചോദിക്കാറുണ്ടോ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും? പാത്രം കഴുകാൻ വയ്യാത്തതിന് എവനൊരു എന്തെന്ന് മെയ്ഡിനെ വെക്കാൻ വന്ന അല്ല ഒന്നുമില്ല. ലാസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞു, എടാ അത് സമയമില്ലാത്തോണ്ടാണ്ടാ പാത്രം കഴുകി വയ്ക്കാനോ? അല്ല, ഞാൻ പറഞ്ഞടാ, ഇപ്പം ഭയങ്കര ബിസി ഷെഡ്യൂളാണ് എനിക്ക്. ഇപ്പൊ എന്തെങ്കിലും പരിപാടിയുണ്ട്, എന്നാ പിന്നെ എനിക്ക് സമയമില്ലെങ്കിൽ എനിക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഡിഷ് വാഷർ വാങ്ങിയേക്കാം, അതിനകത്തിട്ട് പോയാൽ മതി. എന്റെ കൊണ്ട് പാത്രം കഴിപ്പിക്കണം. എന്താണ് അത് കുഴപ്പമില്ല, ഇവ ഇത് കൊടുക്കല്ലേ, റെമ്യൂണറേഷൻ കൊടുക്കണോ? ഞാൻ പൈസ കൊടുക്കണം. പക്ഷെ എന്നാലും ആഹാരം കഴിക്കണ പാത്രം നമ്മൾ കഴുകേണ്ടി. ഡിസ്പോസിബിൾ പ്ലേറ്റ് കഴിച്ചിട്ട് കളഞ്ഞോളാം. കഴുകൂലല്ലേ? എടാ ഞാൻ കഴുകൂല എന്ന് പറയുന്നില്ല, പക്ഷെ സമയമില്ലാത്ത ഒരു വ്ളോഗ് അവനെ കൊണ്ട് പാത്രം കഴുകിക്കണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കൊണ്ട് വാഴയില ഉപയോഗിച്ചാലും മതി. എടാ അങ്ങനെയാണ് നീ ഹോട്ടലിൽ പോയിട്ട് പാത്രം കഴിയിട്ടാണ് ഇറങ്ങണത്? അല്ലല്ലോ, അവിടെ പൈസക്ക് ആള് നിൽക്കുന്നുണ്ടല്ലേ. അത് ശരിയാണ്. ഈ വീട്ടമ്മമാർക്ക് സാലറി കൊടുക്കുന്നതിനെ പറ്റി എന്താണ്? ഇപ്പൊ ഒരു ആർട്ടിക്കിളും
കണ്ടായിരുന്നു. അവർക്ക് റെന്യൂമറേഷൻ കൊടുക്കുന്നു. അവർക്ക് പെൻഷൻ എന്തോ കൊടുക്കുന്നു. ആര് പെൻഷൻ? ഗവൺമെന്റ് കൊടുക്കും. ഗവൺമെന്റിന്റെ ഒരു ഇത് കണ്ടു. അതായത് നമ്മളൊരു ആയില്ല, നമ്മളൊരു എമൗണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അവര് ഫ്രീ സർവീസ് അല്ലേ. ഇതിന് മാത്രം പൈസ എവിടെ നിന്നാ ഗവൺമെന്റിന്റെ? ഗവൺമെന്റിന് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഇല്ലാത്ത പൈസയൊക്കെ വരും. അതവർ ഇതിനു വേണ്ടി ഇല്ല പറയൊക്കെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ. അല്ല, എന്നാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും. എന്തോന്നാണ് ഈ ഇപ്പോൾ പെൻഷൻ ഫണ്ട് അവർക്ക് കൊടുക്കണ പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഫാമിലിയിലുള്ള അവര് തന്നെ മാസം കുറച്ച് പേയ്മെന്റ് ആയിട്ട് കൊടുക്കും. വാർദ്ധക്യ പെൻഷൻ എങ്ങനെയാണ് അവർ ടാക്സ് കൊണ്ട് വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നത് 1600 രൂപ കൊടുക്കില്ല. അത് അവർ അടച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഈ വീട്ടമ്മമാർക്ക് വേണ്ടി ടാക്സ് കൂടെ കൊണ്ടുവരും. ചിലപ്പോൾ സെസ് കൊണ്ടുവരുമായിരിക്കും എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേക ഒരു റവന്യൂ സോഴ്സ് കണ്ടുപിടിക്കുമായിരിക്കും. ഫ്രീ സർവീസ് അല്ലേ അവർ ചെയ്യണം. പിന്നെ ഫ്രീ സർവീസാ, വല്ലാത്തൊരു ഫ്രീ സർവീസ്. അവർക്ക് സാലറി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്യാഷ്. ഒരു ദിവസം അവര് മാറി നിന്ന് അറിയാം അതിന്റെ ഗതി. രാവിലെ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെ പണിയില്ല. എടാ ഒരു ദിവസം അമ്മ ഇവിടെ ഇല്ലെങ്കിൽ അച്ഛൻ പിന്നെ ഫുഡ് കഴിക്കൂല. എൻ്റെ അമ്മ കുറച്ച് നാള് ചേച്ചിയുടെ കൂടെ ദുബായി പോയി 6 മാസം. ഞാനും അച്ഛനും കൂടെ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അച്ഛനും പിന്നെ അമ്മൂമ്മമാര് രണ്ടുപേരും കൂടെ. അവര് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അമ്മയ്ക്ക് ഇന്നാള് ഞാൻ പറഞ്ഞില്ല 2 ദിവസം വാക്സിൻ എടുത്തിട്ട് വയ്യാടന്നു പെട്ടുപോയി. കടുത്ത് ചെയ്യാൻ ഫുഡ് വയ്ക്കണ്ടേ. പിന്നെ മേലിൽ വലിയ എമൗണ്ട് ആയിരുന്നു. വലിയ എമൗണ്ട് വെച്ചാ എന്റെ പറഞ്ഞ് കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ കയറാൻ പോയി പറഞ്ഞു വേണ്ട കയറണ്ട വെച്ചേരാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇതുപോലെ പണ്ടൊരു ദിവസം പനിയായപ്പോഴത്തേക്കും അച്ഛൻ ഉണ്ടാക്കാൻ അറിയാന്നുള്ള ആകെപ്പാടുള്ള ഫുഡ് ചൂടുവെള്ളമാണ്. അല്ല, നമ്മള് ഉണ്ടാക്കാൻ തുടങ്ങിയാലേ പിന്നെ അതും കഴിച്ചോണ്ട് കിടക്കാനേ പറയും എല്ലാരും. മറ്റാണെങ്കിൽ നമ്മൾ അഭിപ്രായം പറയാം, ഈ ചോറ് വേണ്ട, മറ്റേ ചോറ് വേണം, മറ്റേ കറി വേണം, മറ്റേ ഇത് വേണം. അവരുടെ സാധനം നമ്മളായിരുന്നു വെച്ചടിച്ചു കൊടുത്തത്. ഞാൻ പറയും, ഞാൻ അമ്മയുടെ അടുത്ത് പറയും വേണേ തിന്നിട്ട് ഒരു ഡയലോഗ് അടിക്കണം. ഞാനാണെങ്കിലും പറയും ഓക്കെ എന്തെങ്കിലും വയ്ക്കുമ്പോഴേ അമ്പ് പറയും കുഴപ്പമില്ല നോക്കും പാട്ടി ചെയ്തിട്ട് ഒരു ജോൺ വിക്കിനെ പോലെ മീൻമുള്ളൊക്കെ എടുത്ത് അവരുടെ കഴുത്തി കുത്താൻ തോന്നുന്നു. അപ്പോൾ അമ്മമാർക്കും ഹൗസ് വൈഫ് അല്ല ഹോം മേക്കേഴ്സിന് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു തീരുമാനം തന്നെയാണ്. നല്ലതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, പക്ഷെ അതങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്തോ എനിക്ക് തെറ്റായി ഹൗസ് ഹസ്ബൻഡിന് പൈസ കൊടുക്കണോ? അതല്ലടാ ഞാൻ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹസ്ബൻഡ് വൈഫിന് ഒരു പൈസ കൊടുക്കുന്നത് അത് അവരുടെ ചെലവിനായിട്ടും അവരുടെ കാര്യങ്ങൾക്കുമായിട്ട് അതൊരു നല്ലൊരു രീതിയാണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നിയത് ഷെയർഡ് ആയിട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. രണ്ട് ഈ വീട്ടിലെ കാര്യങ്ങള് ഹസ്ബൻഡും വൈഫും കൂടെ ഷെയർ ചെയ്യുക. അവർക്ക് ജോലി ഉണ്ടെങ്കിൽ അതും അവർ ചെയ്യും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ 2 പേർക്കും ജോലി വേണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് വേണം എങ്കിൽ ഷെയർ ആയിട്ട് ചെയ്തോളൂ. 2 പേരും കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് ചെയ്തു. കാരണം ഞാനാണ് പൈസ ഉണ്ടാക്കുന്നത്, നീ ഇവിടെ നിൽക്കാൻ പറയില്ല. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു സംഭവം, അത് എന്റെ ഓഫീസിൽ എന്റെ ഒരു പുള്ളിക്കാരൻ വർക്കിംഗ് ആണ്, പുള്ളിക്കാരൻ്റെ വൈഫും വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കും, വിശാഖ് എന്ത് ലേറ്റായേ? പാത്രം കഴുകി തീരണ്ടേടാ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞാൽ വീട്ടിൽ പണി അവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് രാവിലെ ചെയ്യണം. കൊച്ചിനെയൊക്കെ ഒരുക്കി സ്കൂളിൽ വിടാനും അതിന് മുന്നേ 2 പേരും ഷെയർ ചെയ്ത് ജോലി ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം പെട്ടെന്ന് 2 പേർക്ക് ഓഫീസിൽ പുള്ളിക്കാരെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരും. 2 ഓർഗനൈസ്ഡ് ആണ്. അവർ 2ഉം ഷെയർഡ് ആയിട്ടാണ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്യണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ആരും ഒരാളുടെ തലയിൽ വച്ചു കൊടുക്കുന്നില്ലല്ലോ, 2 പേരും ഈക്വലി പാർട്ട്നേഴ്സ്. 2 പേർക്കും ചേർന്ന് ഒരു സെർവന്റിനെ നിർത്തിയാലും കുഴപ്പമില്ല. ഇപ്പൊ എന്ത് വന്നാലും സെർവന്റ് കളിയില്ലടേ, എവന് ചെയ്യാൻ വയ്യ. എടാ എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേടാ. ഇപ്പൊ നീ ഒരു കല്യാണം കഴിച്ചു, ഇത് നിന്റെ വൈഫ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല, അപ്പൊ നീ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളിനെ എടുത്തു കൊടുക്കും. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. പക്ഷെ അതിനും വേണ്ടി ഞാൻ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യും, അതിന് ഞാൻ തയ്യാറാണ്. എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണമെന്നല്ലേ ഉള്ളൂ, പക്ഷെ അതിന് ഞാൻ തയ്യാറാണ്. അല്ല, പുള്ളിക്കാരിക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കൊടുക്കും. ഉറപ്പായിട്ടോടാ. ഞാൻ എൻ്റെ ചാനലിലേ പറയുന്നത് ഫോളോ യുവർ പാഷൻ, ഡെയർ ടു ഡ്രീം എന്നാണ്. അപ്പോൾ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പാഷന് പുറകെ പോകാനേ ഞാൻ. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് സാധാരണ ഒരു ഹൗസ് വൈഫായിട്ട് നിന്നാൽ മതി എന്നുള്ള ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നീ ആ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഉള്ളവരുണ്ട്.
അങ്ങനെയുള്ളവരുണ്ടടാ. ഈ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇരിക്കുന്ന എന്നാലും ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അങ്ങനെയുള്ള ആൾക്കാരും അവരത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അത് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റീവ് ആയി പോകണം. അവർക്ക് തന്നെ ലൈഫ് അവർക്ക് തന്നെ വേറെ അങ്ങോട്ടും ഒരു ഇത് കിട്ടൂല. പിന്നെ അവർ തന്നെ കൂടുതൽ കെയർ ആഗ്രഹിക്കും. മറ്റേതാകുമ്പോൾ അവര് എൻഗേജ്ഡ് ആവുകയാണല്ലോ. അവര് ചിന്തിക്കൂല. അവര് വേണമെങ്കിൽ അവര് ചിന്തിക്കാതെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. മനസ്സിലായില്ല? അവർക്ക് കൂടെ വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്കൊരു ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലപാടെന്നൊക്കെ പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡിനും വൈഫിനും ജോലിയുണ്ട്. പ്രോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഫുൾ ഡേ എൻഗേജ്ഡ് ആയിരിക്കും. ഫുൾ ഡേ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. വീട്ടിൽ വരും, തിരിച്ചു വരും, അവര് എന്തൊരു സ്മൂത്ത് ആയിട്ട് പോകുന്നു വിചാരിക്കും. ഓക്കെ, ഞാൻ എന്തോ പറയാൻ എനിക്ക് മനസ്സിലായി നീ പറയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നീ ഇപ്പൊ ജോലിക്ക് പോകുന്നു, മറ്റേ ആള് വീട്ടിലിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി കുറച്ചും കൂടി നിന്റെ അഫെക്ഷൻ അല്ലെങ്കിൽ കെയർ. പുള്ളിക്കാരിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ മാത്രമാണ് ലോകം. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ട് തളർന്ന് വീട്ടിൽ വരികയാണെങ്കിൽ എനിക്ക് ടയേർഡ് ആയിരിക്കും, സംസാരിക്കാൻ സമയം അവരത് ഹെർട്ട് ചെയ്യോടാ. കാരണം ഫുൾ ഡേ അവർ നമുക്ക് വേണ്ടി വീട് റെഡിയാക്കി വെച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളാണ് അവരുടെ ലോകം. അപ്പോൾ നമ്മൾ വന്നിട്ട് ടയേർഡാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന മെൻ്റൽ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് പറയണം, അവർക്കായിട്ട് ഒരു ഐഡന്റിറ്റി വേണം, അല്ലെങ്കിൽ അവർക്കൊരു ജോലി വേണം, അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതാണ് ടയേർഡായിട്ട് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഒരു ദിവസം ആലോചിച്ചു 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ കട്ടിലേ എന്നുള്ള ഒരൊറ്റ ചിന്തയായിട്ടായിരിക്കും വരുന്നത്. കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ഇതിലായിരിക്കും വരുന്നത്. സംസാരിക്കാൻ പോലും നിൽക്കില്ലായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലും വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് മനസ്സിലാക്കി ഒരു ടേംസിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? ഓർമ്മയില്ല, എന്താ കഥ, സ്റ്റോറി എന്താ? അല്ല, അതില് ഹൗസ് ഹസ്ബൻഡ് ആണ്. ഓക്കെ. അയ്യോ കണ്ടിട്ടുണ്ട്. അയ്യോ അങ്ങയുടെ പേര് ഒരു ഫേമസ് നടനാണ്ടാ, റോബർട്ട് ഡിനീറോ. ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. അതിനകത്ത് ആ പയ്യൻ ഹൗസ് ഹസ്ബൻഡ് ആണ്, ആ പെണ്ണിന്റെ. അപ്പോൾ ഒരു ഹൗസ് വൈഫ് അനുഭവിക്കുന്ന അതേ പ്രശ്നം ഹൗസ് ഹസ്ബൻഡ് അനുഭവിക്കുന്നുണ്ട് അവിടെ. ഇന്റേൺ സിനിമയാണ് അതിനകത്ത്. അപ്പോൾ ഇത് ശരിക്കും ഇത് ഒരുപാട് സംസാരിക്കാനുള്ളൊരു ടോപ്പിക്കാണത്. ഹൗസ് വൈഫ് ആയെന്നും പറഞ്ഞു ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ മഴ നമ്മളെ ഇന്ന് ചതിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്നാ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ ചെയ്യും. നമ്മൾ ഒരുപാട് സംസാരിച്ചു. മഴ പെയ്തില്ലേ ഇപ്പൊ ഹൗസ് ഹസ്ബൻഡ് വരെ എത്തി നിൽക്കുകയാണ്. അത് സംസാരിച്ചോണ്ടിരുന്നപ്പോ പിന്നെ എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ഔട്ട്. ഞാനെടാ ഒരുപാട് സ്ഥലങ്ങളിലെ സൗണ്ട് കുറച്ച് സംസാരിച്ച പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ആലോചിച്ച് സംസാരിക്കുകയായിരുന്നു, എന്തെങ്കിലും തെറ്റെന്റെ വായിൽ നിന്ന് വരുമോ എന്നുള്ളത്. നമ്മളിപ്പോ പറയാൻ വരുമ്പോ ചിലപ്പോ പറയാൻ വരണത് മറന്നു പോകും. എടാ അത് തിങ്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല ഈശ്വര. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിച്ച, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മള് കണ്ടീഷൻഡ് ആണ്. നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യവും നമ്മുടെ ആ ഒരു ഇതും ഒക്കെ നമുക്ക് ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് കോൺഷ്യസ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. 100% നമ്മൾ മാറൂല. അത് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ കുറ്റം പറഞ്ഞാലും കാര്യമില്ല, നമുക്ക് മാറാൻ പറ്റും. നമ്മള് എപ്പോഴും ഹീറോ ആയിരിക്കൂലേ, ഒരു വില്ലനും കാണുമല്ലോ ഒരാളുടെ. ഇടയ്ക്കൊക്കെ നമ്മുടെ വായിൽ എന്തെങ്കിലും അബദ്ധം വരും, കറക്റ്റ് ചെയ്യുക. ഞങ്ങൾ വി ക്യാൻ ട്രൈ അവർ ബെസ്റ്റ്. അതെ, നിങ്ങൾ പറയുക, ഞങ്ങൾ കറക്റ്റ് ചെയ്ത് പോവാം. ഈ പോഡ്കാസ്റ്റ് ഒരുപാട് നാൾ കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് മാത്രമല്ല, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് നിങ്ങളുടെ നമ്മളോടൊപ്പം ഡെവലപ്പ് ആകുമ്പോൾ അവരും ഡെവലപ്പ് ആവട്ടെ. നമുക്ക് ഒന്നിച്ച് ഡെവലപ്പ് ആവാം ഒരു ഫാമിലി ആയിട്ട്. അപ്പോൾ ഇന്ത്യയിലെ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡോടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് കാർത്തിക് സൂര്യ. I am Binu Shoban. I am Akhil Das. Srikanth. And we are signing out.